Dear friends, Assalamu alaikum warahmatullahi wabarakatuh. It's I, your teacher, Dr. Jafar Ali Alichat. Alhamdulillah, wassalatu wassalamu ala sirril mukhlifin wa ala alihi wa sahbihi ajma'in. Amma ba'd. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. Wa ma tawfiqi illa billahi alayhi tawakkaltu wa ilayhi unib. പ്രിയപ്പെട്ടവരെ, ഡൽഹി സുൽത്താനേറ്റിലെ പ്രബലരായിട്ടുള്ള 5 ഭരണകൂടങ്ങളെയാണല്ലോ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്ലേവ് ഡൈനാസ്റ്റിക്ക് ശേഷം പിന്നീട് ഡൽഹിയുടെ അധികാരത്തിലേക്ക് എത്തപ്പെടുന്ന വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഭരണകൂടമാണല്ലോ ഖിൽജി ഭരണകൂടം. ഖിൽജികളുടെ ഒറിജിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അന്വേഷണങ്ങളാണ് നമുക്ക് ആദ്യമായിട്ട് നടത്താനുള്ളത്. ഖിൽജി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അഫ്ഗാനിസ്ഥാനിലെ ഒരു ഗ്രാമത്തിൻ്റെ പേരാണ്. ആ ഗ്രാമത്തിൻ്റെ പേരിൽ നിന്നാണ് ഇങ്ങനെ ഒരു ഭരണകൂടത്തിൻ്റെ പേര് ഉടലെടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഗ്രാമത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില നേതൃത്വങ്ങൾ, ചില നോബൽസുകളാണ് പിന്നീട് ഈ ഒരു ഭരണകൂടത്തിന് സ്ഥാപിക്കുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. മാലിക് ഫിറോസ്, പിന്നീട് ജലാലുദ്ദീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന, ചരിത്രം വിളിക്കപ്പെടുന്ന മാലിക് ഫിറോസ് ആണ് ഈ ഒരു ഡിനാസ്റ്റിയുടെ ഫൗണ്ടറായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളത്. അദ്ദേഹം യഥാർത്ഥത്തിൽ അരിസി മമാലിക് എന്ന് പറയുന്നൊരു പോസ്റ്റിലേക്ക് സ്ലേവ് ഭരണാധികാരിയായിട്ടുള്ള കാക്കുബാദ് അപ്പോയിന്റ് ചെയ്യുന്നതോടുകൂടെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അധികാരത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. പിന്നീട് അടിമവംശങ്ങളുടെ, പ്രത്യേകിച്ച് നാം പഠിച്ച പോലെ തന്നെ ബാൽബന്റെ പിന്തുടർച്ചക്കാരെ തകർത്തെറിഞ്ഞുകൊണ്ട്, അധികാരത്തിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് പുതിയ ഒരു ഭരണകൂടത്തിന് സ്ഥാപിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ആ ഭരണകൂടമാണ് പിന്നീട് ഖിൽജി എന്ന പേരിൽ ഡൽഹി സുൽത്താൻ ചരിത്രത്തിലെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു വിഭാഗമായിട്ട് ഉയർന്നു വരുന്നു. മാത്രമല്ല, തങ്ങളുടെ ഭരണ കാലഘട്ടത്തിൽ വിച്ച് റൂൾഡ് ലാർജ് പാർട്ട് ഓഫ് സൗത്ത് ഏഷ്യ ബിറ്റ്വീൻ 1290 to 1320, 1290 മുതൽക്ക് 1320 വരേക്ക് സൗത്ത് ഏഷ്യയിൽ വളരെ പ്രബലമായിട്ടുള്ള ഒരു ഭരണകൂടമായിട്ട് മാലിക് ഫിറോസ് എന്ന് പറയുന്ന ജലാലുദ്ദീൻ രൂപം നൽകിയിട്ടുള്ള ഈ ഒരു ഭരണകൂടം തങ്ങളുടെ പരമാധികാരം ഉറപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നാം പറഞ്ഞ പോലെ തന്നെ അടിമ വംശത്തിന്, എൽബാരി വംശത്തിന് ശേഷം പിന്നീട് ഡൽഹി സുൽത്താനേറ്റിൽ അധികാരത്തിലേക്ക് വരുന്ന രണ്ടാമത്തെ ഭരണകൂടമാണ് ഖിൽജി ഭരണകൂടം. പൊതുവെ സുൽത്താനേറ്റ് ഭരണകൂടത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ, അവരൊക്കെ ഒരു തുർക്കി ഒറിജിനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പറയാറുള്ളത്. ഇറ്റ് വാസ് ഓഫ് ടർക്കിഷ് ഒറിജിൻ. മംലൂക്കുകളുടെ ഒരു പിന്തുടർച്ച നമുക്ക് ഇവരിൽ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ദോ ദ ട്രൈബ് ഹാഡ് ലോങ് ബീൻ സെറ്റിൽഡ് ഇൻ അഫ്ഗാനിസ്ഥാൻ. എന്നാൽ അവർ പിന്നീട് അഫ്ഗാനിസ്ഥാനിലെ പല പ്രദേശങ്ങളിലും തങ്ങളുടേതായിട്ടുള്ള സെറ്റിൽമെന്റുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഒരു അഫ്ഗാനി വംശമായിട്ട് വളർന്നു വരുന്നതും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. വളരെ പ്രധാനമായിട്ടുള്ള 3 ഭരണാധികാരികളാണ് നമുക്ക് ഖിൽജി ഭരണകൂടത്തിലെ ചരിത്ര രേഖകളിൽ മനസ്സിലാക്കാവുന്നത്. 3 kings were noted for their faithlessness, their ferocity and their penetration of the Hindu South. അടിമവംശമൊക്കെ നോർത്ത് ഇന്ത്യയിൽ മാത്രം കേന്ദ്രീകരിച്ചിരുന്നെങ്കിൽ സദേൺ പാർട്ടിലേക്കുള്ള
മുസ്ലിം ഭരണകൂട വ്യാപനത്തിൻ്റെ ഒരു ചരിത്രം തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ ഖിൽജികളുടെ ഭരണത്തോടു കൂടെയാണ് എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട 3 ഭരണാധികാരികളുടെ കാലഘട്ടത്തിലാണ് സദേൺ പാർട്ടിയിലേക്കുള്ള ഈ ഭരണകൂടത്തിൻ്റെ വ്യാപനം എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക ഭാഷ എന്നുള്ള നിലക്ക് പേർഷ്യക്ക് ശേഷമാണ് പിന്നീട് അറബി ഭാഷ കോർട്ടിൽ പ്രധാനമുള്ള ഭാഷയായിട്ട് മാറുന്നത്. ഈ ഭരണകൂടത്തിൻ്റെ ഒരു ഒറിജിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പറയുകയുണ്ടായി, യഥാർത്ഥത്തിൽ തുർക്കി വംശമാണ്. അഫ്ഗാനിസ്ഥാനിൽ സെറ്റിൽ ചെയ്തുകൊണ്ട് പിന്നീട് ഭരണ സംവിധാനങ്ങളിലേക്ക് കടന്നു വന്ന് ബാൽബന്റെ പിന്തുടർച്ചക്കാരെ പരാജയപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ അധീനത ഉറപ്പാക്കുന്ന ഒരു ഭരണകൂടമായിട്ട് അത് വളർന്നു വരുന്നു എന്ന് നമുക്ക് പറയേണ്ടായി. യഥാർത്ഥത്തിൽ സ്ലേവ് ഭരണാധികാരിയായിട്ടുള്ള കൈക്കുബാദിന്റെ കാലഘട്ടത്തിൽ ഡൽഹിയുടെ കത്തുവാളായിരുന്ന, ഡൽഹിയുടെ ഭരണം കൈയാളിയിരുന്ന, അല്ലെങ്കിൽ ഡൽഹി അധികാരത്തിൽ നിലനിർത്തിക്കൊടുത്തിരുന്ന അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനായിരുന്ന നിസാമുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തി ഡൽഹിയുടെ ഭരണകേന്ദ്രത്തിൽ തന്റെ സ്വാധീനം ഉറപ്പിക്കുന്നു. He gathered all powers. കൈക്കുബാദിനെ ഒരു യാന്ത്രികമായിട്ട് നിയന്ത്രിച്ചുകൊണ്ട് തന്റെ അധികാരത്തെ ഉറപ്പിക്കുകയായിരുന്നു നിസാമുദ്ദീൻ എന്നുള്ളത്. സ്വാഭാവികമായിട്ടും വളരെ പ്രധാനമായിട്ടുള്ള ഒരു വടംവലി കൈക്കുബാദിന്റെ കോർട്ടിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ദി കോണ്ടസ്റ്റ് ഓഫ് നോബിൾസ് റെപ്രസെന്റിംഗ് ദ തുർക്സ് ആൻഡ് ദി ഖൽജീസ്. ഒരു ഭാഗത്ത് മംലൂക്കുകൾ, തുർക്കികളുടെ ഒരു വിഭാഗം, അതേപോലെ തന്നെ ഖൽജികളുടെ മറ്റൊരു വിഭാഗം. ഈ 2 വിഭാഗങ്ങൾ തമ്മിലുള്ള വലിയ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് കൈക്കുബാദിന്റെ തലസ്ഥാന നഗരിയും കൊട്ടാരവും സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ളതാണ്. ഈ രാഷ്ട്രീയ വടംവലിയിൽ, രാഷ്ട്രീയ മത്സരത്തിൽ ദ ഖൽജീസ് അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് മാലിക് ജലാലുദ്ദീൻ ഫിറോസ് ഗെയിൻ അപ്പർ ഹാൻഡ് ആൻഡ് കിൽഡ് ഐത്തമർ കച്ചാൻ ആൻഡ് ഐത്തമർ സുർഖ, ദി ലീഡേഴ്സ് ഓഫ് തുർക്കിഷ് പാർട്ടി. കൈക്കുബാദിന്റെ ഭരണകൂടത്തിലെ വലിയ സ്വാധീനം ചെലുത്തിയിരുന്ന തുർക്കി ലീഡേഴ്സായിരുന്ന ഐത്തമർ കച്ചാനെയും ഐത്തമർ സുർഖയെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ഖൽജി നേതാവായിട്ടുള്ള മാലിക് ജലാലുദ്ദീൻ ഫിറോസ് കൈക്കുബാദിന്റെ കോർട്ടിൽ തന്റെ സ്വാധീനം ഉറപ്പിക്കുന്നു. Of course, the physically wrecked Kaikubad was killed. വലിയ രീതിയിൽ ഈ ഒരു ഖിൽജി നേതൃത്വത്തോട് പോരാടി തന്റെ അധികാരം ഉറപ്പിക്കാനുള്ള പ്രാപ്തിയുള്ള ആളായിരുന്നില്ല കൈക്കുബാദ്. Physically he wrecked and he was killed by the Khilji leaders and his body was thrown into Yamuna by the Khilakhri, a Khilji noble. രാഷ്ട്രീയ അധികാരത്തിന്റെ ഇരയായിട്ട് പിന്നീട് കൈക്കുബാദ് തന്നെ മാറുകയും അദ്ദേഹത്തിനെ വധിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ബോഡി യമുനയിൽ എറിഞ്ഞുകൊണ്ട് ഖിലാഖ്രി എന്ന് പറയുന്ന ഖിൽജി നേതാവ് ഉസ് ഫാദർ വാസ് എക്സിക്യൂട്ടഡ് ബൈ കൈക്കുബാദ്. കൈക്കുബാദ് തന്റെ പിതാവിനെ വധിച്ചതിന്റെ പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ്. ഇതോടുകൂടെ സ്ലേവ് ഡൈനാസ്റ്റിയുടെ അധികാരം, ഭരണകൂടം അസ്തമിക്കുന്നു. പിന്നീട് ഡൽഹി സുൽത്താനേറ്റിലേക്ക് കടന്നു വരുന്നത് ഖിൽജികളാണ്. കൈക്കുബാദിന്റെ കോർട്ടിലുണ്ടായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അധികാര വടംവലിയുടെ അവസാനം ഭരണാധികാരിയെ തന്നെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഖിൽജികൾ അധികാരം പിടിച്ചെടുക്കുന്നു. Then Firoz ascended the throne in the place of Khilakhri. ഖിലാഖ്രി എന്ന് പറയുന്ന ഖിൽജി നോബിള് അധികാരം ഏറ്റെടുക്കുന്നതിന് ബദലായിക്കൊണ്ട് ഫിറോസിലേക്കാണ് പിന്നീട് അധികാരം വരുന്നത്. അങ്ങനെ on 13th June 1290 under the title of Jalaluddin Firoz Shah, Firoz ascended. അങ്ങനെ ജലാലുദ്ദീൻ ഫിറോസ് ഷാ എന്ന പേരിൽ 1290 ജൂൺ മാസം 13-ാം തീയതി ഖിൽജി ഭരണകൂടത്തിന്റെ സ്ഥാപകനായിക്കൊണ്ട് ഡൽഹി സുൽത്താനേറ്റിലെ 2ാം വിഭാഗമായിട്ടുള്ള ഡൽഹി ഭരണകൂടത്തിന്റെ നേതൃത്വം ജലാലുദ്ദീൻ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്.
അതോടുകൂടെ ഖിൽജി ഭരണകൂടത്തിന്റെ ചരിത്രം തുടങ്ങുകയായി. 1290 മുതൽ 1296 വരേക്കുള്ള 6 വർഷമാണ് ജലാലുദ്ദീൻ ഫിറോസ ഖിൽജിയുടെ ഭരണകാലഘട്ടം എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നാം പറഞ്ഞ പോലെ തന്നെ he took the advantage of the political vacuum that was created due to the incompetence of the successors of ബാൽബൻ. ബാൽബൻ എന്ന് പറയുന്ന അതിശക്തനായിട്ടുള്ള സ്ലേവ് ഭരണാധികാരിയുടെ പിന്തുടർച്ച അതേ പ്രാപ്തിയോടുകൂടെ, അല്ലെങ്കിൽ ഡൽഹിയുടെ അധികാരത്തെ അതേ പ്രാപ്തിയോടുകൂടെ കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരു പിൻഗാമി ഇല്ലാതെ പോയതിൻ്റെ ആ ഒരു ഒഴിവിനെ നികത്തുകയാണ് യഥാർത്ഥത്തിൽ ജലാലുദ്ദീൻ ഫിറോസ ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. He occupied the throne and only had to remove the infant sultan of കൈമൂസ്. കൈമൂർസ് എന്ന് പറയുന്ന കൈക്കുബാദിന്റെ പിൻഗാമിയെ കളിപ്പാവിയായി നിയന്ത്രിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ അധികാരത്തെ സ്ഥാപിക്കുന്നത്. Actually, the people of Delhi at first didn't welcome the 70 years old Afghan stock. 70 വയസ്സോളം പ്രായമുള്ള ഈ അഫ്ഗാൻ ലീഡറെ അംഗീകരിക്കാൻ യഥാർത്ഥത്തിൽ ഡൽഹിയിലെ ജനങ്ങൾ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ തന്റെ രാഷ്ട്രീയ നൈപുണ്യം കൊണ്ട് പിന്നീട് ഈ ജനങ്ങളുടെ തൃപ്തി വാങ്ങിക്കുവാനും അതിലൂടെ തന്റെ അധികാരത്തെ സ്ഥാപിക്കുവാനും ഫിറോസ് ഷാക്ക് സാധിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം. As the founder of the Khilji dynasty, he also called Clemency Jalaluddin. ക്ലെമൻസി ജലാലുദ്ദീൻ എന്ന പേരിലും അദ്ദേഹത്തെ ചരിത്രം വിശേഷിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ ഖിൽജി ഭരണകൂടത്തിന്റെ സ്ഥാപനത്തിലേക്കുള്ള സംഭാവന മാനിച്ചുകൊണ്ട്. As he followed peace and wanted to rule without violence. യഥാർത്ഥത്തിൽ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളെ മറികടന്നിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നെങ്കിലും തന്റെ ജനതയോടും തന്റെ ഭരണകൂടത്തോടുമൊക്കെ വളരെ സമാധാനപരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെട്ടിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു ഫിറോസ് ഷാ. He allowed most of the Turkish nobles to enjoy their previous post. അടിമവംശത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എല്ലാ അധികാര പരിധികളും നോബിൾസിനെ അംഗീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ ഭരണം തുടങ്ങുന്നത്. Some of the examples that Malik Chachu, the nephew of Balban, as governor of Kara. ഖാറയിലെ ഗവർണറായിട്ടുള്ള മാലിക് ചാച്ചുവിനെ ആ അധികാരത്തിൽ അദ്ദേഹം നിലനിർത്തുന്നു. അത് മാലിക് ഫഖ്റുദ്ദീൻ, the Kotwal of Delhi, remained the power. ഡൽഹിയുടെ കൊത്വാളിന് അദ്ദേഹത്തിന്റെ അധികാരത്തെ വിട്ടുകൊടുക്കുന്നു. തന്റെ മുൻഗാമികളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും അപ്പാടെ നിലം പരിശാക്കിയിട്ടല്ല തന്റെ അധികാരത്തെ അദ്ദേഹം ഉറപ്പിക്കുന്നത്. അവരോടൊക്കെ വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു സമീപനം ജലാലുദ്ദീന്റെ ഭാഗത്ത് നിന്ന് കാണാവുന്നതാണ് എന്നത്. ബട്ട് ഈ ഒരു അനുകൂലത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാനല്ല യഥാർത്ഥത്തിൽ ഈ നോബിൾസ് മെനക്കെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. Later, Malik Chachu raised a revolt against Jalaluddin but was suppressed. ശക്തമായിട്ടുള്ള ഒരു വിപ്ലവം കാറായിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാലിക് ചാച്ചു ഉണ്ടാക്കിയപ്പോൾ അതിനടിച്ചമർത്താൻ ജലാലുദ്ദീൻ മടിച്ചില്ല എന്ന് നമുക്ക് കാണാൻ പറ്റുന്നു. His son Arkani Khan, an expelled to Multan, then appointed Alauddin Khilji as the governor of the Kara. അങ്ങനെ തന്റെ പുത്രനായിട്ടുള്ള അർക്കലി ഖാനെ വിട്ടുകൊണ്ടാണ് മാലിക് ചാച്ചുവിനെ പരാജയപ്പെടുത്തുന്നത്. അദ്ദേഹത്തെ മുൾട്ടാനിലേക്ക് നാട് കടത്തിക്കൊണ്ട് സഹോദരനായിട്ടുള്ള അലാവുദ്ദീൻ ഖിൽജിയെ ഖാറയുടെ ഗവർണർഷിപ്പിലേക്ക് ഏൽപ്പിക്കുന്നതോടുകൂടെ ആ പ്രശ്നം അവിടെ സോൾവ് ചെയ്യപ്പെടുന്നു. പിന്നീട് അലാവുദ്ദീൻ സഹോദരനല്ല, അദ്ദേഹത്തിന്റെ നെഫ്യൂ ആണ്. പിന്നീട് അദ്ദേഹത്തിന്റെ സണ്ണിലോ ആയിട്ടൊക്കെ വരുന്ന വ്യക്തി കൂടെയാണ്. പിന്നീട് അദ്ദേഹം നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു എതിർപ്പായിരുന്നു ഒരു മത നേതാവും ആത്മീയ നേതാവുമായിട്ടുള്ള സിദ്ധി മൗല എന്ന് പറയുന്ന ഒരു പ്രശ്നം. സിദ്ധി മൗല, എ റിലീജിയസ് ലീഡർ, പ്രിപ്പയർഡ് എ പ്ലോട്ട് അഗെയിൻസ്റ്റ് ഹിം. ജലാലുദ്ദീനെതിരെ ശക്തമായിട്ടുള്ള ഒരു വിപ്ലവം നയിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ അതിശക്തമായിട്ടുള്ള കലാപം നിയന്ത്രിച്ച ഒരു വ്യക്തിയായിരുന്നു സിദ്ധി മൗല.
ഈ സിദ്ദി മൗലയുടെ ഈ എതിർപ്പിനെ മറികടന്ന് അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാൻ, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ വളരെ ശക്തമായിട്ടുള്ള ശിക്ഷാ നടപടിയോടുകൂടെ ഇല്ലായ്മ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്, ജലാലുദ്ദീന് സാധിച്ചു എന്നുള്ളതാണ്. അക്കാലത്ത് ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു ശിക്ഷാവിധിയായിട്ടുള്ള ആനയുടെ കാൽച്ചുവട്ടിലേക്ക് കുറ്റവാളികൾ എത്തിച്ചുകൊണ്ട് ചവിട്ടിയരക്കപ്പെടുന്ന ഒരു ശിക്ഷാവിധിയിലൂടെ സിദ്ദി മൗല എന്ന് പറയുന്ന ആത്മീയ നേതാവിൻ്റെ എതിർപ്പിനെ ജലാലുദ്ദീൻ മറികടക്കുന്നു. മാത്രമല്ല, ഇൻ 1292 AD മണ്ടവാർ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചിട്ട്, അതേപോലെ തന്നെ മാൽവ, ബിൽസ പോലുള്ള പ്രദേശങ്ങളെ പിടിച്ചടക്കിക്കൊണ്ട് അലാവുദ്ദീൻ തൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. ജലാലുദ്ദീൻ്റെ ഭരണകാലഘട്ടത്തിൽ തന്നെ ഈ ഒരു ടെറിറ്റോറിയൽ എക്സ്പാൻഷൻസിന് നേതൃത്വം നൽകുന്നത് അലാവുദ്ദീനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതേ വർഷം തന്നെ ജലാലുദ്ദീൻ ഡിഫീറ്റഡ് ദി മംഗോൾസ് അണ്ടർ അബ്ദുള്ള. മംഗോളിയൻ ഇൻവേഷനെ ശക്തമായിട്ട് നേരിട്ടുകൊണ്ട് മംഗോളിയൻ ലീഡറായിട്ടുള്ള അബ്ദുള്ളയെ പരാജയപ്പെടുത്താൻ ജലാലുദ്ദീന് സാധിക്കുന്നു എന്നുള്ളതാണ്. The grandson of Hulagu Khan, who had come up to Sunam, later made a peace and allowed them to return. സുനാം എന്ന് പറയുന്ന പ്രദേശങ്ങളിലേക്ക് കടന്നു വരികയും അവിടെ തങ്ങളുടെ സാമ്രാജ്യത്വ താല്പര്യങ്ങൾ വികസിപ്പിക്കുകയും ചെയ്തിരുന്ന ഒരു വിഭാഗമായിരുന്നു മംഗോൾസ്. ഈ മംഗോൾസിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് അവരുമായിട്ട് സമാധാന ഉടമ്പടി ഒപ്പുവെപ്പിച്ചുകൊണ്ട് തിരിച്ചു പോകാൻ അനുവാദം കൊടുക്കുകയാണ് ജലാലുദ്ദീൻ ചെയ്യുന്നത്. എന്നാൽ ഇങ്ങനെ പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ട് തിരിച്ചു പോയ അബ്ദുള്ളയുടെ സൈന്യത്തിൽ നിന്ന് വേർപെട്ടുകൊണ്ട് എ വിങ് അണ്ടർ ഹുലാഗു വിത്ത് മെനി ഓഫീസേഴ്സ്, they are around 4,000, embraced Islam and settled near Delhi, came to be known as New Musalman. അങ്ങനെ അബ്ദുള്ളയുടെ സൈന്യത്തിൽ നിന്ന് വേർതിരിഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ തന്നെ താമസിക്കാൻ താല്പര്യം കാണിച്ച ഒരു കൂട്ടം സൈനിക ഉദ്യോഗസ്ഥന്മാരും 4000-ഓളം വരുന്ന സൈനികരും പിന്നീട് ഡൽഹിയിലെ അതിർപ്രദേശങ്ങളിൽ സെറ്റിൽ ചെയ്യുന്നു. അവർ പിന്നീട് ഖിൽജി വംശത്തിൻ്റെ രാഷ്ട്രീയ അധികാരത്തോട് താല്പര്യം കാണിക്കുകയും ഇസ്ലാം എംബ്രേസ് ചെയ്യുകയും അങ്ങനെ ന്യൂ മുസൽമാൻ എന്ന പേരിൽ ഒരു വലിയ ഗ്രൂപ്പായിട്ട് മാറുകയും ചെയ്യുന്നു. പിന്നീട് ഡൽഹിയുടെ രാഷ്ട്രീയ ചരിത്രങ്ങളിൽ കൃത്യമായിട്ട് ഈ ഒരു വിഭാഗം വലിയ സ്വാധീനം ചെലുത്തുകയും പലപ്പോഴായിട്ട് വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യുന്നതും നമുക്ക് കാണാവുന്നതാണ്. ഇതേ കാലഘട്ടത്തിൽ നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് another notable event of the reign was capture of Devagiri of Raja Ram Chandra. സദേൺ പാർട്ടിലേക്ക് നാം പറഞ്ഞു ഈ അധികാര വികാസത്തെ സാധ്യമാക്കിയത് സ്ലേവ് ഡൈനാസ്റ്റിയിൽ നിന്ന് വിഭിന്നമായിട്ട് ഖിൽജികളായിരുന്നു എന്നുള്ളത്. ആ രീതിയിൽ ദേവഗിരി പിടിച്ചടക്കിക്കൊണ്ട് രാജ രാംചന്ദ്രയുടെ വൺ ഓഫ് ദ സ്ട്രോങ്സ്റ്റ് ആൻഡ് റിച്ചസ്റ്റ് സ്റ്റേറ്റ് ഓഫ് സൗത്ത് ഇന്ത്യ, സദേൺ പാർട്ടിനകത്തുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ഭരണകൂടമായിട്ടുള്ള രാജ രാംചന്ദ്രയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ദേവാങ്കിരി പിടിച്ചടക്കാൻ, അതല്ലെങ്കിൽ അതിൻ്റെ നിയന്ത്രണം തങ്ങളുടെ അധീനസ്ഥതയിലേക്ക് വരുത്തുവാൻ ഖിൽജികൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇതിന് നേതൃത്വം നൽകിയത് നാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജലാലുദ്ദീൻ്റെ നെഫ്യൂ ആയിട്ടുള്ള അലാവുദ്ദീൻ ആയിരുന്നു എന്നുള്ളതാണ്. ഏകദേശം 2000-ഓളം വരുന്ന കുതിരപ്പടയാളികളെ കൊണ്ടാണ് ശക്തമായിട്ടുള്ള സദേൺ പാർട്ടിലെ ഈ ഭരണകൂടത്തെ തകർത്തെറിയാൻ, കർണാടക മഹാരാഷ്ട്ര അതിർത്തി പ്രദേശങ്ങളിൽ ശക്തമായ ഭരണകൂടമായിട്ടുണ്ടായിരുന്ന ദേവാഗിരി ഭരണകൂടത്തെ തകർത്തെറിയാൻ സാധിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ ഒരു പിടിച്ചടക്കലിന് ശേഷം പിന്നീടുള്ള രാഷ്ട്രീയ മാറ്റങ്ങളും നമ്മൾ കാണേണ്ടതുണ്ട്. ദേവാഗിരി പിടിച്ചടക്കിയ വലിയ ഒരു സമ്പാദ്യത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഉന്നതിയിൽ നിൽക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ അലാവുദ്ദീൻ. അലാവുദ്ദീനെ ഈ ഒരു രാഷ്ട്രീയ മുന്നേറ്റം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ജലാലുദ്ദീനോടുള്ള വിരോധം വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ജലാലുദ്ദീൻ അലാവുദ്ദീനെ തേടി സദേൺ പാർട്ടിലേക്ക് വരികയും വഴിയിൽ വെച്ചിട്ട് അദ്ദേഹത്തിനെ ചതിപ്രയോഗത്തിലൂടെ വധിക്കുക എന്നുള്ളതാണ് പിന്നീട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്.
യഥാർത്ഥത്തിൽ അലാവുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തിയെ പിതാവില്ലാത്തതിന്റെ അഭാവത്തിൽ വളർത്തിക്കൊണ്ടുവന്ന് രാഷ്ട്രീയ അധികാരങ്ങളെല്ലാം നൽകിയിരുന്ന ജലാലുദ്ദീനെ തന്റെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയിട്ട് ചതിയിലൂടെ വധിക്കുന്നു അലാവുദ്ദീൻ എന്ന് നമുക്ക് കാണാവുന്നതാണ്. എനിവേ അങ്ങനെ 1296 ഖിൽജി വംശത്തിന് തുടക്കം കുറിച്ച് തൻ്റെ രാഷ്ട്രീയ ഗുരുവായിട്ടുള്ള ജലാലുദ്ദീനെ വധിച്ചുകൊണ്ട് ഡൽഹി സുൽത്താനേറ്റിലെ ഏറ്റവും പ്രബലനായിട്ടുള്ള മറ്റൊരു ഭരണകൂടമായ ഖിൽജി ഭരണകൂടത്തിലെ പ്രബല ഭരണാധികാരിയായിട്ടുള്ള അലാവുദ്ദീൻ അധികാരത്തിലേക്ക് കടന്നു വരുന്നു. 1296 മുതൽക്ക് 1316 വരേക്ക് ഡൽഹി ഭരണകൂടത്തെ നിയന്ത്രിച്ച വ്യക്തിയാണ് അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ദ ഫാദർലെസ് വാസ് ബ്രോട്ട് അപ്പ് ബൈ ഹിസ് അങ്കിൾ ജലാലുദ്ദീൻ. നാം പറഞ്ഞ പോലെ തന്നെ ജലാലുദ്ദീനാണ് അലാവുദ്ദീനെ തന്റെ പിതാവിന്റെ അഭാവത്തിൽ, പിതാവില്ലാത്ത കുട്ടിയെ എടുത്ത് വളർത്തുന്നത്. സൂൺ ആഫ്റ്റർ ദി മർഡർ ഓഫ് ജലാലുദ്ദീൻ, ഹിസ് വിഡോ മാലിക് ജഹാൻ റൈസ്ഡ് ഹെർ സൺ ഖാദിർ ഖാൻ ടു ദി ത്രോൺ ആസ് റുക്നുദ്ദീൻ. ജലാലുദ്ദീൻ മരണപ്പെടുകയോ വധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പത്നിയായിട്ടുള്ള മാലിക് ജഹാൻ തന്റെ പുത്രനായിട്ടുള്ള ഖാദിർ ഖാനെ റുക്നുദ്ദീൻ എന്ന പേരിൽ ഡൽഹിയുടെ അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ ജലാലുദ്ദീന്റെ മൂത്തപുത്രനായിട്ടുള്ള അർഖലി ഖാനെ അലാവുദ്ദീനെതിരെ തിരിച്ചുവിടാനും ഈ മാതാവിന് സാധിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ രണ്ട് എതിർപ്പുകളെയും മറികടന്നുകൊണ്ട് അർഖലി ഖാന്റെ സ്വാധീനം നേടിക്കൊണ്ട്, അദ്ദേഹത്തിന്റെ പിന്തുണ നേടിക്കൊണ്ട് റുക്നുദ്ദീനെയും മാതാവിനെയും മുൾട്ടാനിലേക്ക് നാടുകടത്തുകയാണ് അലാവുദ്ദീൻ ചെയ്യുന്നത്. അങ്ങനെ ഫൈനലി ഹി entered to Delhi and formally crowned as Sultan of Delhi in the Red Palace of ബാൽബർ. ബാൽബറിന്റെ കൊട്ടാരത്തിൽ വെച്ചുകൊണ്ട് ഡൽഹിയുടെ ഭരണാധികാരിയായിട്ട് 1296 അദ്ദേഹം രാഷ്ട്രീയ അധികാരം ഏറ്റെടുക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. മാത്രമല്ല, താൻ അധികാരം ഏറ്റെടുത്തത് മുതൽക്ക് തന്നെ ജലാലുദ്ദീന്റെ കുടുംബം അഭയാർത്ഥികളായിട്ട് മുൾട്ടാനിലും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന ആളുകളെ, അവരുടെ സപ്പോർട്ടേഴ്സിനൊക്കെ പിടിച്ചു കൊണ്ടുവന്നുകൊണ്ട് പല ആളുകളെയും അവരുടെ കാഴ്ച നഷ്ടപ്പെടുത്തുകയും അതേപോലെ തന്നെ അവരുടെ രാഷ്ട്രീയ നിലനിൽപ്പുകളെ ചോദ്യം ചെയ്യപ്പെടുകയും തടവുകാരാക്കപ്പെടുകയും വധിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന വലിയ രീതിയിലുള്ള ക്രൂര വിനോദങ്ങളാണ് പിന്നീട് ഡൽഹിയിലെ അധികാര നിലനിൽപ്പിന് വേണ്ടിയിട്ട് അലാവുദ്ദീന്റെ കാലത്ത് നടക്കുന്നത്. ഇതിനൊക്കെ നേതൃത്വം നൽകിയത് അദ്ദേഹത്തിന്റെ തന്നെ സഹോദരനായിട്ടുള്ള ഉല്ലാഹ് ഖാനും അദ്ദേഹത്തിന്റെ മിനിസ്റ്ററായിട്ടുള്ള സഫർ ഖാനും ഒക്കെയാണ്. ഇവരുടെ നേതൃത്വത്തിലാണ് ഇത്തരം ക്രൂരമായിട്ടുള്ള വിനോദങ്ങൾ നടമാടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. All sons of Arkhali Khan were put to death. Malik Jahan were kept under close restraint at Delhi. പല ആളുകളെയും വധിക്കുന്നു, അർഖലി ഖാന്റെ മക്കളെ എല്ലാം വധിക്കുന്നു. അതോടൊപ്പം തന്നെ മാതാവായിട്ടുള്ള മാലിക് ജഹാനെ അതിശക്തമായിട്ട് തടവുകാരിയാക്കി മാറ്റുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇക്കാലത്ത് വളരെ പ്രധാനമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് മംഗോൾ ഇൻവേഷൻ. നമ്മുടെ സൂചന ജലാലുദ്ദീന്റെ കാലഘട്ടത്തിൽ പറയുകയുണ്ടായി. അബ്ദുള്ള എന്ന് പറയുന്ന ഉലാഗ് ഖാന്റെ പിന്തുടർച്ചാവകാശിയാണ് ഇന്ത്യയിലേക്ക് മംഗോൾ ഇൻവേഷനുമായിട്ട് വരുന്നത് ഖിൽജി ഭരണകൂടത്തിന്റെ കാലഘട്ടത്തിൽ. അവരിൽ നിന്ന് വേർപെട്ടുകൊണ്ട് പിന്നീട് ന്യൂ മുസൽമാൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉടലെടുക്കുകയും ശക്തമായിട്ടുള്ള ഒരു സ്വാധീനമായിട്ട് അവർ ഡൽഹിയിൽ മാറുകയും ചെയ്യുന്നു എന്ന് നമ്മൾ പറയുകയുണ്ടായി. മംഗോളികൾ പല ഘട്ടങ്ങളിലായിട്ട് ഇന്ത്യയെ പിടിച്ചടക്കാനും ഇന്ത്യൻ ഭരണപ്രദേശങ്ങളിൽ കടന്നു കയറാനും ശ്രമിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. The Mongol raid formed a source of constant anxiety and alarm to the Delhi government between 1296 to 1308 AD. 1308നും 1296നും ഇടയ്ക്ക് ധാരാളം പ്രാവശ്യമായിട്ട് മംഗോളിയൻസിന്റെ ഈ സൈനിക മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. But their challenge, പലപ്പോഴും അവരുടെ ചാലഞ്ചുകളെ എന്ത് ചെയ്യപ്പെടുന്നു, ഈ ചാലഞ്ച് റെസിസ്റ്റഡ് ബൈ ദി ഖിൽജീസ്.
ഖിൽജികളെ അതിനെ തടയിടുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളത്. അങ്ങനെ വന്നിട്ടുള്ള മംഗോളിയൻ ഇൻവേഷനിലെ പ്രധാനപ്പെട്ട ഒരു ഇൻവേഷനാണ് 1296-97 കാലഘട്ടങ്ങളിൽ 1296-97. Within a few months of the East accession, തൻ്റെ അധികാരം ഏറ്റെടുത്ത് വളരെ ചുരുങ്ങിയ മാസത്തിനകത്ത് തന്നെ 1296-97 ആദ്യത്തെ മംഗോളിയൻ ഇൻവേഷൻ കടന്നു വരുന്നു എന്നുള്ളത്. അടുത്ത മംഗോൾ ലീഡർ ഖാദർ എന്ന് പറയുന്ന മംഗോളിയൻ ലീഡറാണ് അതിന് നേതൃത്വം നൽകുന്നത്. 1 lakh strong army repulsed by the Zafar Khan near Jalandhar and sent their leader with about 2,000 followers as prisoner to Delhi. ഏകദേശം 100,000 വരുന്ന സൈനികരുമായിട്ട് സഫർ ഖാൻ ജലന്ധറിൽ വെച്ചുകൊണ്ട് മംഗോളിനെ പരാജയപ്പെടുത്തി ലീഡറെ പിടിച്ചടക്കി ഏകദേശം 2,000 വരുന്ന തടവുകാരെ ഡൽഹിയിലേക്ക് കൊണ്ടുവരുന്നതോടുകൂടെ ആദ്യത്തെ അധ്യായം അവസാനിക്കുന്നു. എന്നാൽ രണ്ടാമതായിട്ട് 1298 അണ്ടർ സൽദി എന്ന് പറയുന്ന മംഗോളിയൻ ലീഡർ അഗൈൻ ക്യാപ്ചേർഡ് സിവിസ്ഥാൻ എന്ന് പറയുന്ന ഡൽഹി പ്രദേശത്തെ പിടിച്ചടക്കുന്നു. ബട്ട് സഫർ ഖാൻ ഇൻഫ്ലിക്റ്റഡ് എ ക്രഷിംഗ് ഡിഫീറ്റ് അപ്പ് ടു ദം. എന്നാൽ അവരെയും പരാജയപ്പെടുത്താൻ സഫർ ഖാന് സാധിക്കുന്നു എന്നുള്ളതാണ്. സഫർ ഖാൻ ഇസ് ദ മിനിസ്റ്റർ ഓഫ് ദി അലാവുദ്ദീൻ. ഇൻ 1299 മംഗോൾ ലോഞ്ച്ഡ് അതർ ഇൻവേർട്ട് ഖത്ലുഖ് ഖാജ വിത്ത് ആൻ ആർമി ഓഫ് 2 lakhs. എന്നാൽ ആദ്യത്തെ 2 പരാജയങ്ങളിലും പാഠം ഉൾക്കൊള്ളാതെ ഖത്ലുഖ് ഖാജ എന്ന് പറയുന്ന ശക്തനായിട്ടുള്ള മറ്റൊരു മംഗോളിയൻ നേതാവിന്റെ കീഴിൽ 2,00,000 വരുന്ന സൈന്യവുമായിട്ട് വീണ്ടും വരുന്നു. This time Alauddin himself marched against the Mongols. സൈനികപരമായിട്ടുള്ള നേതൃത്വം സ്വയം ഏറ്റെടുത്തുകൊണ്ട് അലാവുദ്ദീൻ മംഗോളിയൻസിനെ നേരിടാൻ പോകുന്നു. And they besieged Delhi with Zafar Khan. അങ്ങനെ സഫർ ഖാന്റെ നേതൃത്വത്തിലുള്ള അതേപോലെ തന്നെ ഹുലാവ് ഖാനും നുസ്രത്ത് ഖാനും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു സൈന്യം പരാജയപ്പെട്ടു പോകുന്നു. ഈ യുദ്ധത്തിൽ സഫർ ഖാൻ മരണപ്പെടുകയും ചെയ്യുന്നു. എങ്കിലും തൽക്കാലത്തേക്ക് ഈ സൈനിക ഭീഷണിയെ മറികടക്കാൻ അലാവുദ്ദീന് സാധിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ 1303 1303 ദ മംഗോൾ അഗൈൻ ഇൻവേർട്ടഡ് ഇന്ത്യ. വീണ്ടും ഇന്ത്യയിലേക്ക് തന്നെ അവർ കടന്നു വരുന്നു. ആൻഡ് ബിസീജ്ഡ് ദി സിറി ഫോർട്ട്. ഡൽഹിയിലെ വളരെ പ്രധാനമായിട്ടുള്ള പ്രത്യേകിച്ച് ഭരണാധികാരികളുടെ ട്രഷറിയൊക്കെ ആയിട്ട് ഉപയോഗപ്പെട്ട സിറി ഫോർട്ട് പിടിച്ചടക്കുകയാണ് ചെയ്യുന്നത് മംഗോൾസ്. And also they plundered around the Delhi, but after 2 months they decided to withdraw. ശക്തമായിട്ടുള്ളൊരു ആക്രമണം അയച്ചുവിടാനും ഡൽഹി ഉപരോധിക്കാനും ഒക്കെ സാധിച്ചെങ്കിലും 2 മാസത്തിനകത്ത് അവർ ഈ ഒരു ഉദ്യമം ഉപേക്ഷിച്ചുകൊണ്ട് തിരിച്ചു പോകുന്നതോടുകൂടെ അലാവുദ്ദീനും ഡൽഹിയും വലിയ ഒരു വിപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. In view of the repeated invasion of the Mongols, Alauddin decided to take effective measures. നിരന്തരമായിട്ടുള്ള ഈ മംഗോളിയൻ ഇൻവേഷനുകൾ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ചില സൈനികപരമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ചില മാറ്റങ്ങൾ അലാവുദ്ദീൻ വരുത്തുന്നു എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ധാരാളം മാറ്റങ്ങൾ കണ്ടുവരുന്നു. He not only built and repaired the forts and appointed special governors known as Warden of the March was in various places. വാർഡൻ ഓഫ് ദ മാർച്ച് എന്ന് പറയുന്ന തൻ്റെ സൈനിക ഉദ്യോഗസ്ഥന്മാരെ ഗവർണർമാരെ അപ്പോയിന്റ് ചെയ്തുകൊണ്ട് പ്രധാനപ്പെട്ട അതിർത്തി പ്രദേശങ്ങളിൽ ശക്തമായിട്ടുള്ള സൈനിക ക്യാമ്പുകൾ അദ്ദേഹം ഉണ്ടാക്കുന്നു. മാത്രമല്ല അതിർത്തി കോട്ടകളെല്ലാം ഭദ്രമാക്കുകയും ചെയ്യുന്നു. In 1305 the Mongols again invaded under Alibag and Tartak. അലിബഗും തെർത്താക്ക് എന്ന് പറയുന്ന 2 മംഗോൾ ലീഡേഴ്സിന്റെ നേതൃത്വത്തിൽ 1305 വീണ്ടും ആക്രമണം അയച്ചുവിടുന്നു. അലാവുദ്ദീൻ സെന്റ് ഗാസി മാലിക് ആൻഡ് മാലിക് ഖാഫൂർ, but they inflicted a defeat on the invaders. ശക്തമായിട്ടുള്ള ഒരു സൈന്യത്തെ തന്നെയാണ് അലാവുദ്ദീനും അയക്കുന്നത്. ഗാസി മാലിക്കും മാലിക് ഖാഫൂറിന്റെയും നേതൃത്വത്തിലുള്ള ഒരു സൈന്യത്തെ അയക്കുന്നു. Then they inflicted a defeat on the invaders. മംഗോൾസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മോസ്റ്റ് ഓഫ് ദി ലീഡേഴ്സ് were trampled to death by elephant. നാം നേരത്തെ കണ്ട പോലെ തന്നെ ഏറ്റവും അപരിഷ്കൃതമായിട്ടുള്ള ശിക്ഷാവിധി ഈ മംഗോൾ ലീഡേഴ്സിന്റെ മേൽ നടപ്പിലാക്കുന്നു എന്നുള്ളതാണ്. ദെൻ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് 1306 മംഗോൾ ഇൻവേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്.
1206 മംഗോൾസ് വലിയൊരു സൈന്യത്തെ അയക്കുന്നു കുബാക്ക് എന്ന് പറയുന്ന നേതാവിന്റെ കീഴിൽ. അതേ സമയത്ത് തന്നെ മറ്റൊരു സൈന്യം ഇഖ്ബാൽ മൻസ് എന്ന് പറയുന്ന മംഗോളിയൻ ലീഡറിന്റെ കീഴിലും ഇന്ത്യ ആക്രമണത്തിനായിട്ട് പുറപ്പെടുന്നു എന്നുള്ളതാണ്. രണ്ട് ഭാഗത്തിലൂടെയാണ് ഇന്ത്യയിലേക്കുള്ള മംഗോൾസിന്റെ കടന്നുകയറ്റം. ദ ഫസ്റ്റ് റീച്ചർ ഓഫ് ദി ബാങ്ക് ഓഫ് രവി ആൻഡ് ദി അതർ അപ് ടു ദി നാഗോർ. ഒരു വിഭാഗം രവി നദീതീരങ്ങളിലൂടെ കടന്നു വരുമ്പോൾ മറ്റവർ നാഗോർ വഴിയാണ് കടന്നു വരുന്നത്. ഖൽജീസ് ആൻഡ് മാലിക് കഫൂർ ആൻഡ് ഗാസി മാലിക് were inflicted, defeated and arrested and released later. ശക്തമായിട്ടുള്ള സൈനിക മുന്നേറ്റം നടത്താൻ മാലിക് കഫൂറിനും ഗാസി മാലിക്കിനും സാധിക്കുന്നു. അങ്ങനെ മംഗോൾസിനെ പരാജയപ്പെടുത്തി നേതാക്കന്മാരൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പിന്നീടുള്ള സമാധാന ഉടമ്പടിയുടെ ഭാഗമായിട്ട് അവരെ തിരിച്ചയക്കുന്നു എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനമായിട്ട് നടന്നിട്ടുള്ള മറ്റൊരു മംഗോൾ ഇൻവേഷൻ ആയിരുന്നു 1307 മുതൽ 1308 കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള സൈനിക മുന്നേറ്റം എന്ന് പറയുന്നത്. നാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പരാജയപ്പെട്ട് പിടിച്ചടക്കി തടവുകാരനാക്കി കൊണ്ടുവന്ന് പിന്നീട് വിട്ടയച്ച ഇഖ്ബാൽ മന്ത് തന്നെയാണ് ഈ ഒരു സൈന്യത്തെ ലീഡ് ചെയ്യുന്നത്. ഏകദേശം ഇന്ത്യ തീരങ്ങളിലേക്ക് കടന്നു വരികയും എന്നാൽ അവിടെ നിന്ന് മുന്നോട്ട് വല്ലാണ്ട് വരാൻ സാധിക്കാത്ത രീതിയിലുള്ള പ്രതിരോധം അലാവുദ്ദീൻ ഖിൽജിയുടെ സൈന്യം നടത്തിയപ്പോൾ പിന്തിരിയുകയും ചെയ്ത ഒരു ചരിത്രമാണ് ഈ ഒരു ഉദ്യമത്തിനുള്ളത്. മാത്രമല്ല ഇതിലെ നേതൃത്വം ഏറ്റെടുത്തിരുന്ന ഇഖ്ബാൽ മന്ദിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് വധിക്കാൻ ഖിൽജി സൈന്യത്തിന് സാധിച്ചു എന്നുള്ളതാണ്. Then the rest of the reign passed peacefully. പിന്നീട് വലിയ രീതിയിലുള്ള ഈ ഒരു ഭീഷണി ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് കാണാവുന്നതാണ്. അലാവുദ്ദീന്റെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് നോർത്ത് ഇന്ത്യൻ കോൺക്വസ്റ്റുകൾ എന്ന് പറയുന്നത്. വിശാലമായിട്ട് പറയേണ്ട ഭാഗമാണ്. കൃത്യമായിട്ട് അത് വായിച്ച് മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഭാഗങ്ങളെ ഒന്ന് സൂചിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ രണ്ട് ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ എക്സ്പെഡിഷൻസിൽ നമുക്ക് പറയാം. നോർത്ത് ഇന്ത്യൻ പാർട്ടിലേക്കും സദേൺ പാർട്ടിലേക്കുമുള്ള അദ്ദേഹത്തിൻ്റെ എക്സ്പെഡിഷൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അലാവുദ്ദീൻ ഖിൽജിസ് ജനറൽസ് നെയിംലി ഹുലാവു ഖാൻ ആൻഡ് നുസ്രത് ഖാൻ കോങ്കർഡ് ഗുജറാത്ത്. ഹുലാവു ഖാന്റെ നുസ്രത്ത് ഖാന്റെ നേതൃത്വത്തിലെ ഗുജറാത്ത് പിടിച്ചടക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമുക്ക് ഈ ഒരു എക്സ്പെഡിഷനിൽ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ഹി ക്യാപ്ചർഡ് രത്തംബോർ ആൻഡ് കിൽഡ് ഹാമിർ ദേവ ഇറ്റ്സ് റൂളർ. രത്തൻപൂർ പിടിച്ചടക്കിക്കൊണ്ട് ഹാമിർ ദേവ എന്ന് പറയുന്ന അവിടുത്തെ ഭരണാധികാരിയെ പരാജയപ്പെടുത്താൻ ഈ ഒരു കാലഘട്ടത്തിൽ അലാവുദ്ദീൻ സാധിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. Then he also captured Malwa, Chittur, Dhar, Mandu, Ujjain, Marwar, Chandari and Jalor. വളരെ പ്രധാനമായിട്ടുള്ള പല പ്രദേശങ്ങളിലേക്കും തൻ്റെ ഭരണകൂടത്തിൻ്റെ സ്വാധീനം കൊണ്ടുപോകാൻ അലാവുദ്ദീന് സാധിക്കുന്നു എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. മാത്രമല്ല നാം പറഞ്ഞ പോലെ തന്നെ അലാവുദ്ദീൻ നോർത്ത് ഇന്ത്യയുടെ ഒരു സുരക്ഷിതത്തിന് വേണ്ടി പലപ്പോഴും മംഗോളിയൻസിൻ്റെ ആക്രമണങ്ങളെ നേരിട്ടത് നമ്മൾ കണ്ടതാണ്. ആ ഭാഗങ്ങളിലൊക്കെ തൻ്റെ സ്വാധീനം ഉറപ്പിക്കുവാനും അവിടെങ്ങളിലൊക്കെ ഖിൽജി ഭരണകൂടത്തെ ശക്തമാക്കാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. ഈ രീതിയിൽ നോർത്തേൺ പാർട്ടിലെ അദ്ദേഹത്തിൻ്റെ കോൺക്വസ്റ്റുകൾ നമുക്ക് വായിക്കാവുന്നതാണ്. മറ്റൊന്നാണ് അദ്ദേഹത്തിൻ്റെ സദേൺ പാർട്ടിലേക്കുള്ള സൗത്ത് ഇന്ത്യൻ കോൺക്വസ്റ്റുകൾ എന്ന് പറയുന്നത്. നാം പറഞ്ഞല്ലോ, സൗത്ത് ഇന്ത്യയിലേക്ക് മുസ്ലിം ഭരണകൂടത്തിൻ്റെ വ്യാപനം ആദ്യമായിട്ട് തുടങ്ങിയത് ഖിൽജികളുടെ കാലഘട്ടത്തിലാണ്. He was the first sultan who attacked South India. സദേൺ പാർട്ടിലേക്കുള്ള സൈനിക മുന്നേറ്റം നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണെന്ന് തുടക്കം ആരുടെ കാലഘട്ടത്തിലാണെന്ന് ചോദിച്ചാൽ അലാവുദ്ദീൻ്റെ കാലഘട്ടത്തിലാണ്. ജലാലുദ്ദീൻ്റെ കാലഘട്ടത്തിൽ അതിന് തുടക്കം കുറിച്ച് നമ്മൾ പറഞ്ഞു ദേവഗിരി പിടിച്ചടക്കി. പക്ഷെ അതിന് നേതൃത്വം നൽകിയിരുന്നത് അലാവുദ്ദീൻ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. He sent his confident and generals Malik Kafur against the rule of the South. ഈ ഒരു ഉദ്യമത്തിന് വേണ്ടിയിട്ട് തൻ്റെ ഭരണകാലഘട്ടത്തിൽ അദ്ദേഹം നിയോഗിച്ചത് മാലിക് കാഫൂർ എന്ന് പറയുന്ന തൻ്റെ ഏറ്റവും പ്രബലനായിട്ടുള്ള സൈനിക ഉദ്യോഗസ്ഥനെയാണ് എന്ന് നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ ഏകദേശം ശക്തമായിട്ടുള്ള ഒരു സൈനിക മുന്നേറ്റം നടത്താൻ അതിലൂടെ അദ്ദേഹത്തിന് സാധിക്കുന്നു. പ്രതാപുത്ര സെക്കൻഡ് ഓഫ് ദി വാറങ്കൽ
Ramachandra Deva, the Yadava king of Devagiri, and Veeravallabh III, the Hoysala king were defeated. സൗത്ത് ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ഭരണകൂടങ്ങളെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ ഭരണാധികാരികളുടെ ഭരണപ്രദേശങ്ങളെ പിടിച്ചടക്കി ഡൽഹി സുൽത്താന്റെ കീഴിലേക്ക് കൊണ്ടുവരാൻ അലാവുദ്ദീന് സാധിച്ചു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അങ്ങനെ രാമേശ്വരത്ത് അദ്ദേഹം വലിയ ഒരു ജമാ മോസ്ക് ഉണ്ടാക്കുന്നു. The kingdom of South acknowledged the power of Alauddin Khilji and paid his monetary tributes. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സുപ്രീമസി അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കപ്പം കൊടുത്തുകൊണ്ട് സൗത്ത് ഇന്ത്യൻ ഭരണകൂടങ്ങളൊക്കെ അദ്ദേഹത്തിന് മേൽക്കോയ്മയെ അംഗീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ രീതിയിലാണ് 1306 മുതൽക്ക് 1312 വരേക്കുള്ള ഒരു കാലഘട്ടം അലാവുദ്ദീന്റെ സദേൺ പാർട്ടിലേക്കുള്ള സൗത്ത് ഇന്ത്യയിലേക്കുള്ള സൈനിക മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതിന് അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് നേതൃത്വം നൽകിയത് അദ്ദേഹത്തിന്റെ നോർത്തേൺ കോൺക്വസ്റ്റിൽ ഗുജറാത്തിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഗുജറാത്ത് കോൺക്വസ്റ്റിനിടയ്ക്ക് അദ്ദേഹത്തിന്റെ അടിമയായിട്ട് ലഭിച്ചിട്ടുള്ള മാലിക് കാഫൂർ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെ ദേവഗിരി, രാമചന്ദ്ര ദേവാസിന്റെ ദേവഗിരി പിടിച്ചടക്കി നാം പറഞ്ഞല്ലോ. അങ്ങനെ അവരെ തന്റെ ഭരണകൂടത്തിന് കപ്പം നൽകുന്ന രീതിയിലേക്ക് സജ്ജമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. 1307 ഈ സംഭവം നടക്കുന്നത്. പിന്നീട് 1303 ഏഴിന്റെ മുമ്പുള്ള മറ്റൊരു തെലങ്കാനയിലേക്കുള്ള അക്രമം നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. തുടങ്ങിയത് 1303 മുതലാണെങ്കിൽ അത് പരാജയപ്പെട്ട് 1309 തെലങ്കാന തൻ്റെ ഭരണകൂടത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ 1311 മാലിക് കഫൂറിന്റെ നേതൃത്വത്തിൽ തന്നെ ഹൊയ്സാല റൂളറായിട്ടുള്ള വീരവല്ലഭ മൂന്നാമനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ദ്വാരസമുദ്ര പിടിച്ചടക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ദ്വാരസമുദ്രയിലെ ഭരണാധികാരിയായിട്ടുള്ള വീരവല്ലഭയെ ഡൽഹിയിലേക്ക് തടവുകാരനായിട്ട് അയക്കുന്നു. മാത്രമല്ല വലിയ ഒരു സമ്പാദ്യം ഈ ഒരു സൈനിക മുന്നേറ്റത്തിലൂടെ നേടാനും അലാവുദ്ദീനും അദ്ദേഹത്തിന്റെ സൈന്യത്തിനും സാധിച്ചു എന്നുള്ളതാണ്. പിന്നീട് വീർവല്ലഭായെ തന്റെ രാഷ്ട്രീയ സ്വാധീനം അംഗീകരിപ്പിച്ചുകൊണ്ട് തിരിച്ച് ദ്വാരസമുദ്രയുടെ ഭരണം കൈമാറുകയും അദ്ദേഹത്തിന് കപ്പം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള തൻ്റെ ഒരു വത്സലായിക്കൊണ്ട് തനിക്ക് കീഴിലുള്ള ഒരു ഭരണകൂടത്തെ ആയിക്കൊണ്ട് അദ്ദേഹത്തെ മാറ്റുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. മധുരയിലേക്കുള്ള കാഫൂറിന്റെ പിന്നീടുള്ള മുന്നേറ്റം നമുക്ക് കാണാൻ പറ്റുന്നു. പ്രത്യേകിച്ച് പാണ്ഡ്യ കിങ്ഡം പിടിച്ചെടുക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. യഥാർത്ഥത്തിൽ ഈ പാണ്ഡ്യ കിങ്ഡത്തിലേക്കുള്ള കടന്നുവരവിന് ഒരു ചരിത്രമുണ്ട്. സുന്ദരപാണ്ഡ്യ, വീരപാണ്ഡ്യ എന്ന് പറയുന്ന രണ്ട് പാണ്ഡ്യ സഹോദരന്മാരുടെ പോരാട്ടങ്ങൾക്കിടയിലേക്ക് ആണ് മാലിക് കാഫൂർ കടന്നു വരുന്നത്. അങ്ങനെ ആ ഭരണകൂടത്തെ പിടിച്ചടക്കിക്കൊണ്ട് വലിയ ഒരു സമ്പാദ്യം കൈക്കലാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് സദേൺ പാർട്ടിലേക്കുള്ള, സൗത്ത് ഇന്ത്യയിലേക്കുള്ള അദ്ദേഹത്തിന്റെ സൈനികപരമായിട്ടുള്ള മുന്നേറ്റം എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഇങ്ങനെ ധാരാളം സൈനിക മുന്നേറ്റങ്ങൾ നടത്താനും അതിലൂടെ ശക്തമായിട്ടുള്ള തന്റെ അധികാര വ്യാപനം നടത്താനും ഒക്കെ അലാവുദ്ദീനെ സാധിക്കുന്നു. അതിന് പ്രാപ്തനാക്കിയത് അദ്ദേഹം ഗുജറാത്ത് എക്സ്പെഡിഷന് അദ്ദേഹത്തിന്റെ കൂടെ കൂടിയിട്ടുള്ള തന്റെ അടിമയായിട്ടുള്ള സൈന്യാധിപനായി പിന്നീട് ഉയർച്ച നൽകിയിട്ടുള്ള മാലിക് കാഫൂറാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി അലാവുദ്ദീന്റെ വളരെ പ്രധാനപ്പെട്ട ചില പോളിസികളെ പറ്റിയിട്ടാണ് നമുക്ക് പറയാനുള്ളത്. തന്റെ ഭരണകൂടം ശക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ള ധാരാളം പരിഷ്കാരങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഈ ഒരു പരിഷ്കാരങ്ങളിലേക്കൊക്കെ നയിക്കുന്നതിന്റെ ബാക്കിലുള്ള ഒരു ചരിത്രം എന്ന് പറയപ്പെടുന്നത് അഗാത് ഖാൻ എന്ന് പറയുന്ന തന്റെ സഹോദര പുത്രൻ നടത്തിയിട്ടുള്ള
ചില റിബല്യൻസുകളാണ് അദ്ദേഹത്തെ ചില നിലപാടിലേക്ക് മാറ്റുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല ഹാജി മൗലയെ പോലെ അതേപോലെ തന്നെ ന്യൂ മുസൽമാൻസും ഒക്കെ നിരന്തരം അദ്ദേഹത്തിനെതിരെ വിപ്ലവങ്ങൾ ഉണ്ടാക്കാനും കലാപങ്ങൾ അയച്ചുവിടാനും ശ്രമിച്ചതിന്റെ ഫലം തന്നെയാണ് വലിയ രീതിയിലുള്ള പരിഷ്കാരങ്ങളിലേക്ക് അദ്ദേഹത്തെ നയിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ all these rebellions led him to believe that there were some defect in his administration or his administrative systems. നിരന്തരമായിട്ടുള്ള ഇത്തരം കലാപങ്ങൾ, താൻ ശക്തനായിട്ടുള്ള ഭരണാധികാരിയാണ്, നല്ല പിടിച്ചടക്കലുകളും കോൺക്വസ്റ്റുകളും നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും പലപ്പോഴും സാമ്രാജ്യത്തിനകത്തുള്ള ഈ ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റുകൾ അദ്ദേഹത്തെ ചിന്തിപ്പിച്ചു എന്നുള്ളതാണ്. തൻ്റെ ഭരണ സംവിധാനത്തിന് വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്നുള്ള തീരുമാനം അദ്ദേഹത്തിലേക്ക് എത്തുന്നു എന്നുള്ളത്. Then he consulted with his intimate advisors and he attributed these to 4 causes. 4 കാരണങ്ങളാണ് പ്രധാനമായിട്ട് ഈ പോരാട്ടങ്ങൾക്കും ഈ കലാപങ്ങൾക്കും കാരണമെന്ന് അദ്ദേഹം കണ്ടെത്തുന്നു. ഒന്നാമത്തേത്, disregard of the affairs of the state by the Sultan. സുൽത്താൻ വേണ്ട രീതിയിൽ സ്റ്റേറ്റിനെ പരിഗണിക്കുന്നില്ലയോ എന്നുള്ള ഒരു സംശയമാണ് ഉണ്ടായിട്ടുള്ളത്. രണ്ടാമത്തേത്, ദ യൂസ് ഓഫ് ദി വൈൻ. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം ശക്തമായിരുന്നു ഈ കാലഘട്ടത്തിൽ എന്നുള്ളതായിരുന്നു. മറ്റൊന്നായിരുന്നു ഇത് ഇന്റിമസി ആൻഡ് അലയൻസ് അമംഗ് ദി നോബിൾസ്. നോബിൾസിനിടയിൽ സൗഹാർദ്ദപരമായിട്ടുള്ള വളരെ അടുത്ത ചില സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിനെതിരെയുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്ക് വഴിവെച്ചു എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. മറ്റൊന്നായിരുന്നു അബണ്ടൻസ് ഓഫ് ദി മണി. ധാരാളം കോൺക്വസ്റ്റുകളിലൂടെ, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ കോൺക്വസ്റ്റുകളിലൂടെ സാമ്രാജ്യത്തിലേക്ക് വന്നു കൂടിയിട്ടുള്ള സമ്പാദ്യങ്ങൾ യഥാർത്ഥത്തിൽ പ്രഭുക്കന്മാരെയും ഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെയും ഒക്കെ ഒരു ആഡംബര ജീവിതത്തിലേക്ക് നയിച്ചു തന്റെ കാരണമാണ് ഇത്തരം പോരാട്ടങ്ങളും ഇത്തരം കലാപങ്ങളും എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. 4 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ എന്ന് നമ്മൾ പറയുകയുണ്ടായി. ഒന്ന്, വേണ്ട രീതിയിൽ സ്റ്റേറ്റ് കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നുള്ളത്. രണ്ടാമത്തേത്, നാം പറഞ്ഞ പോലെ തന്നെ ലഹരി പദാർത്ഥങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗം. മൂന്നാമത്തേത്, നോബൽസിനിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു ബന്ധവും ദൃഢപരമായിട്ടുള്ള ചില ഗൂഢാലോചന സമീപനവും. നാലാമത്തേത്, ഇത്രത്തോളം സമ്പാദ്യമുള്ള ഒരു സ്റ്റേറ്റിൽ പലപ്പോഴും ഭരണകൂടത്തിന്റെ പ്രവൃത്തികളെ മാനിക്കാൻ തയ്യാറാവാത്ത രീതിയിലുള്ള ആർഭാടങ്ങൾ ഉയർന്നു വരുന്നു എന്നുള്ളത്. Then Alauddin tried to analyze all these reasons. Then he passed 4 ordinances. He passed 4 ordinances to deal with them. 4 പ്രധാനപ്പെട്ട ഓർഡിനൻസുകളെ ഈ പ്രശ്നങ്ങൾ മറികടക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇറക്കുന്നു എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. അദ്ദേഹത്തിന്റെ പോളിസി റിഫോംസുകൾ വളരെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമതായിട്ട് അദ്ദേഹം ഇറക്കിയ ഓർഡിനൻസ് എന്ന് പറയുന്നത്, he ordered the confiscation of the religious endowments and free grants of land made by the state. മതപരമായിട്ടുള്ള വഖഫ് സമ്പാദ്യങ്ങളെയൊക്കെ കൊട്ടാര സമ്പാദ്യത്തോട് യോജിപ്പിക്കാനുള്ള ഉത്തരവ് അദ്ദേഹം കൊടുക്കുന്നു. അതേപോലെ തന്നെ അനാവശ്യമായിട്ട് നൽകപ്പെട്ടിരുന്ന എല്ലാ ആനുകൂല്യങ്ങളെയും തിരിച്ചു പിടിക്കാനുള്ള നിർദ്ദേശവും അദ്ദേഹം നൽകുന്നു എന്നുള്ളതാണ്. He instructed his officers to extract money from the people on every possible pretext. ജനങ്ങളിൽ നിന്ന് പണം തിരിച്ചു പിടിക്കാൻ, നാം പറഞ്ഞല്ലോ ആർഭാടമാണ് ഇതിൻ്റെയൊക്കെ വലിയ പ്രതിസന്ധി എന്നുള്ളത്. ജനങ്ങളിൽ നിന്ന് പണം തിരിച്ചു പിടിക്കാനുള്ള മാർഗങ്ങൾ ഏത് വിധേനയും രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഓഫീസർമാർക്ക് പരിപൂർണ സ്വാതന്ത്ര്യം അദ്ദേഹം നൽകുന്നു എന്നുള്ളത്. ഇതാണ് ഒന്നാമത്തെ ഈ പ്രശ്നത്തെ മറികടക്കാൻ വേണ്ടി അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ഓർഡിനൻസ് എന്ന് പറയുന്നത്. റിലീജിയസ് എൻഡോവ്മെന്റുകൾ പിടിച്ചെടുക്കുക, ഫ്രീ ഗ്രാൻസുകളെല്ലാം സ്റ്റോപ്പ് ചെയ്യുക, ജനങ്ങളിൽ നിന്ന് ആവശ്യമായ രീതിയിൽ പണം കുന്നുകൂടുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള
പ്രവർത്തികൾ കൊണ്ടുപോവുക. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഓർഡിനൻസ്. ബൈ ദി സെക്കൻഡ് ഓർഡിനൻസ്, രണ്ടാമത്തെ ഓർഡിനൻസ് അദ്ദേഹം പറയുന്നത്, അലാവുദ്ദീൻ റീഓർഗനൈസ് ദി സ്പൈ സിസ്റ്റം. തൻ്റെ രഹസ്യാന്വേഷണ വിഭാഗത്തെ, ഇന്റലിജൻസ് വിഭാഗത്തെ അദ്ദേഹം ഒന്ന് റീഓർഗനൈസ് ചെയ്യപ്പെടുന്നു. ബിക്കോസ് ഹു ആർ enjoined to report to him everything. സുൽത്താനുമായിട്ട് ഏത് തരത്തിലുള്ള ഇടപെടലിനും ഏത് തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നതിനും അവന് പരിപൂർണ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. These spies were posted in marketplaces, province and army etc. ഇങ്ങനത്തെ ഈ ഒരു ഇന്റലിജൻസ് വിങ്ങിന്റെ ആളുകൾ ഈ വിജിലൻസ് ഗ്രൂപ്പുകളെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും പ്രദേശങ്ങളിലും അപ്പോയിന്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അതോടുകൂടെ രാജ്യത്തിനകത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ മാറ്റങ്ങളെയും കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ സുൽത്താന് സാധിക്കുന്നു എന്നുള്ളത്. Thirdly, the use of spiritual liquor and drugs and strictly prohibited. ലിക്വർ അതേപോലെ തന്നെ ഡ്രഗുകളൊക്കെ ഉപയോഗിക്കുന്നത് ആർഭാട പാർട്ടികളൊക്കെ ഉപയോഗിക്കുന്ന രീതി അദ്ദേഹം നിരോധിച്ചു മൂന്നാമത്തെ ഓർഡിനൻസിലൂടെ. The Sultan himself showed an example by giving up drinking. യഥാർത്ഥത്തിൽ ഒരു മദ്യപാനിയായിരുന്ന അലാവുദ്ദീൻ തന്നെ ഈ തീരുമാനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ ആ ദുശീലത്തെ മാറ്റി ആണ് ഇതിനൊരു തുടക്കം കുറിച്ചത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. കലാപങ്ങളും ഈ പ്രതിസന്ധികളെയും മറികടക്കുന്നതിന് വേണ്ടിയിട്ട് 4 ഓർഡിനൻസുകളാണ് നമ്മൾ പറഞ്ഞത്. ആ ഓർഡിനൻസുകളെ നാലാമത്തേത് ബൈ ദി ഫോർത്ത് ഓർഡിനൻസ്, Sultan prohibited social gatherings of the nobles and intermarriages among them. വളരെ പ്രധാനമായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പോളിസിയിൽ എടുത്തു പറയേണ്ട ഒന്നായിരുന്നു നോബിൾസിനടക്കമുള്ള ആഘോഷങ്ങളും ഒത്തുകൂടലുകളുമൊക്കെ നിരോധിച്ചുകൊണ്ടുള്ള നാലാമത്തെ ഓർഡിനൻസ്. മാത്രമല്ല നോബിൾസ് പരസ്പരം ഇന്റർമാരേജ് ചെയ്യപ്പെടുന്നു, തങ്ങളുടെ മക്കളെയോ കുടുംബത്തിൽ നിന്ന് ആളുകളെയോ ഒക്കെ പരസ്പരം മാരേജ് ചെയ്തുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാക്കുന്ന അവസ്ഥയെ അദ്ദേഹം നിരോധിക്കുന്നു എന്നുള്ളതാണ്. ഈ രീതിയിൽ നോബിൾസിനെ നിലക്ക് നിർത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. അങ്ങനെയാണ് അദ്ദേഹം പ്രധാനമായിട്ട് തൻ്റെ സാമ്രാജ്യത്തിനകത്തുള്ള ഭീഷണികളെ മറികടക്കാൻ ശ്രമിച്ചത് എന്നുള്ളതാണ്. അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ഇനി നോബിൾസിനകത്ത് എന്തെങ്കിലും പാർട്ടി, ദേ കുഡ് ഹോൾഡ് പാർട്ടീസ് ഓൺലി വിത്ത് ദി പ്രയർ സാങ്ഷൻസ് ഫ്രം ദി സുൽത്താൻ. സുൽത്താന്റെ പെർമിഷൻ ഇല്ലാണ്ട് അത്തരം ആഘോഷ പരിപാടികൾ നടത്താൻ പാടില്ല എന്നുള്ള പ്രത്യേക നിർദ്ദേശം അദ്ദേഹം നൽകുകയുണ്ടായി എന്നുള്ളതാണ്. ഈ രീതിയിൽ വളരെ കൃത്യമായിട്ട് തൻ്റെ പോളിസികളെ, സാമ്രാജ്യത്വ ആഭ്യന്തര പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ അലാവുദ്ദീൻ ഫോളോഡ് ദ ഡിവൈൻ റൈറ്റ് ഓഫ് തിയറി ഓഫ് കിൻഷിപ്പ്. ബാൽബന്റെ ഒരു ഡിവൈൻ തിയറിയെ കിൻഷിപ്പിൽ നമുക്ക് ഫോളോ ചെയ്തു അലാവുദ്ദീൻ എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. പറഞ്ഞ he introduced 4 ordinances to prevent repeated revolts. Then he impounded pious grants and free grants of lands. He restructured the spice system. He banned the social parties and wine. He introduced a permanent standing army. മിലിറ്ററി പരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഡെവലപ്മെന്റ് നമ്മളൊന്ന് കാണേണ്ടതുണ്ട് എന്നുള്ളതാണ്. അലാവുദ്ദീൻ rightly realized that the strong army was indispensable requisite for the stable administration or the system of government. തൻ്റെ സ്ഥിരതയ്ക്ക് വേണ്ടിയിട്ടും ഗവൺമെന്റിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയിട്ട് നല്ലൊരു ആർമി വേണമെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. Then he recruited the soldiers directly and appointed a ministry for that, Arizi Mamalik. അങ്ങനെ ആദ്യമായിട്ടൊരു മിനിസ്ട്രി ഓഫ് മിലിറ്ററി അല്ലെങ്കിൽ ആർമി മിനിസ്റ്റർ അപ്പോയിന്റ് ചെയ്തുകൊണ്ട് ഈ സൈനിക ഉദ്യോഗസ്ഥന് അപ്പോയിന്റ്മെന്റുകളൊക്കെ നേരിട്ടാക്കുന്നതിന് അദ്ദേഹം മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ്. പ്രധാനമായിട്ട് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് they were supply with horses arms by the state. മിനിസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള കുതിരകളെയും ആയുധങ്ങളുമൊക്കെ സ്റ്റേറ്റിൽ തന്നെ നൽകപ്പെടുന്നു എന്നുള്ളതാണ്. അതോടുകൂടെ ലാൻഡ് ലോർഡ്സിന്റെ സ്വാധീനം കുറഞ്ഞു വരുന്നു അവിടെ എന്നുള്ളതാണ്.
Then Alauddin introduced a system of cash payment. സാലറി ആയി പണം കൊടുക്കുന്ന ഒരു രീതി, ഇക്താസുകളൊക്കെ ഒഴിവാക്കി ഭൂമി കൊടുക്കുന്ന ഒരു സംവിധാനത്തിന് മാറ്റിയിട്ട് പണം കൊടുക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. And also he fixed the pay of soldiers at 234 tangas. 234 തങ്കയായിട്ട് ഒരു സാധാരണ സൈനികന്റെ ശമ്പളത്തെ അദ്ദേഹം നിശ്ചയിച്ചു എന്നുള്ളതാണ്. For a year. And 78 tanga for a man maintained 2 horses. 2 കുതിരകളെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്ക് 78 തങ്ക അധികം കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു സൈനികപരമായിട്ടുള്ള പരിഷ്കാരങ്ങൾ വരുത്തുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കലും അദ്ദേഹം he did not want to increase the payment of the soldiers. സൈന്യത്തിന് ശമ്പളം കൂട്ടിക്കൊടുക്കുന്നതിന് അദ്ദേഹം താല്പര്യം കാണിച്ചിരുന്നില്ല. But enabled the soldiers to live on a moderate pay. എന്നാൽ ശമ്പളം കുറവാണെങ്കിലും ആ ശമ്പളത്തിന് ജീവിക്കുന്ന രീതിയിൽ തൻ്റെ സാമ്രാജ്യത്തിനകത്ത് സംവിധാനങ്ങളെ നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. Then he issued some edicts regulating the prices of all articles. അദ്ദേഹത്തിന് മാർക്കറ്റ് പോളിസി വളരെ പ്രധാനപ്പെട്ടതാണ്. സൈനികപരമായിട്ടുള്ള ഈ നിലനിൽപ്പിന് വേണ്ടി വലിയ സമ്പാദ്യങ്ങൾ കൊടുക്കുന്നതിന് ബദൽ മാർക്കറ്റിൽ അവൈലബിൾ ആയ സാധനങ്ങളുടെ വിലയെ നിയന്ത്രിച്ചുകൊണ്ടാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ സൈനിക സംവിധാനത്തിന് നിലനിർത്തിപ്പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ധാരാളം ഓർഡിനൻസുകൾ അദ്ദേഹം ഇതിനു വേണ്ടിയിട്ട് ഇറക്കുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ദ മാർക്കറ്റ് വെയർ കൺട്രോൾഡ് ബൈ 2 officers. പ്രധാനമായിട്ടുള്ള 2 ഓഫീസർമാരാണ് മാർക്കറ്റുകൾ കൺട്രോൾ ചെയ്യപ്പെടുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ആളാണ് ദിവാനി റിയാസാത്ത്. ദിവാനി റിയാസാത്ത് എന്ന് പറയുന്ന ഓഫീസർ 1ാം ഭാഗവും ആൻഡ് ദി ഷഹനായി മന്തി എന്ന് പറയുന്ന ഓഫീസർ 2ാം ഭാഗവും 2 ഓഫീസർമാരെ ഈ ഒരു മാർക്കറ്റ് കൺട്രോളിങ്ങിന് വേണ്ടി അപ്പോയിന്റ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല മാർക്കറ്റിന്റെ വില നിയന്ത്രണങ്ങളും മറ്റുമൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് എ ബോഡി ഓഫ് സ്പൈസസ് ഫോർ എൻട്രസ്റ്റഡ് വിത്ത് ദി ടാസ്ക് ഓഫ് റിപ്പോർട്ടിംഗ് ടു ദി സുൽത്താൻ ദി കണ്ടീഷൻ ഓഫ് ദ മാർക്കറ്റ്സ്. മാർക്കറ്റിനകത്ത് നടക്കുന്ന എന്തെല്ലാം മാറ്റങ്ങളുണ്ട് അത് അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് സുൽത്താൻ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും അദ്ദേഹം ഒരുക്കിയിരുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊന്നായിരുന്നു അലാവുദ്ദീൻ സ്റ്റാർട്ടഡ് എ പ്രാക്ടീസ് ഓഫ് പ്രിപ്പയറിംഗ് എ ഡിസ്ക്രിപ്റ്റീവ് റോൾ ഹുലിയ ഓഫ് എവറി സോൾജിയർ. ഓരോ സോൾജിയറിൻ്റെയും ഒരു സർവീസ് ബുക്ക് എന്ന് പറയുന്ന റെക്കോർഡ് സംവിധാനം സൂക്ഷിക്കാൻ ഹുലിയ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് അദ്ദേഹം തുടക്കം കുറിക്കുന്നു. ഓരോ സൈന്യാധികന്റെയും കൃത്യമായിട്ടുള്ള സർവീസ് സ്റ്റോറി അതിനകത്ത് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. And he also started the practice of branding of horse. ദാഗ് എന്ന് പറയുന്ന ഒരു സീലിംഗ് സംവിധാനം, ചാപ്പ കുത്തുന്ന ഒരു സംവിധാനം, കുതിരകൾക്ക് നമ്പർ ഇട്ട് കൊടുക്കുന്ന ഒരു സംവിധാനം അദ്ദേഹം തുടങ്ങി എന്നുള്ളതാണ്. For what? To prevent the replacement of the good horse. പലപ്പോഴും ഈ സൈനിക നേതാക്കന്മാർക്ക് കൊടുക്കുന്ന നല്ല കുതിരകളെ മാറ്റിക്കൊണ്ട് അതേ രൂപത്തിലുള്ള മറ്റു കുതിരകളെ സൈന്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുന്ന ചില ചതിപ്രയോഗങ്ങൾ മറികടക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു കുതിരകളെ കൃത്യമായിട്ട് ചാപ്പ ചെയ്തുകൊണ്ട് ആ കുതിരകളെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു മാർക്ക് അദ്ദേഹം കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം സംവിധാനങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. മറ്റൊന്നാണ് ഇൻസ്പെക്ഷൻ ഓഫ് സോൾജിയേഴ്സ് ആൻഡ് ഹോഴ്സസ് വെയർ പീരിയഡിക്കലി ഹെൽഡ്. കൃത്യമായിട്ട് കുതിരകളെയും സൈനിക ഉദ്യോഗസ്ഥന്മാരെയും ഒക്കെ ഇൻസ്പെക്ഷൻ നടത്തിക്കൊണ്ട് അവരുടെ എഫിഷ്യൻസിയെ അളക്കാനുള്ള ഒരു പ്രാപ്തമായിട്ടുള്ള സംവിധാനം അദ്ദേഹം ഒരുക്കി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ ആയിരുന്നു മെയിൻറ്റെയിൻ ആൻഡ് ഇംപ്രൂവ്മെന്റ് ദ ഫോർട്ട്സ്. ഫോർട്ടുകളെ നന്നാക്കാനും അത് പുതുക്കി പണിയാനും ഒക്കെയുള്ള ശ്രദ്ധ അദ്ദേഹം നൽകിയിരുന്നു എന്നുള്ളത്. അപ്പൊ ഈ രീതിയിൽ വളരെ കൃത്യമായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു ഭരണ സംവിധാനത്തിന്, സൈനിക സംവിധാനത്തിന് തുടക്കം കുറിച്ച അലാവുദ്ദീൻ എന്ന് നമുക്ക് കാണാവുന്നതാണ്. മറ്റൊന്ന് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടപെടലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ എക്കണോമിക് റീഫോംസ് ആണ്. മാർക്കറ്റ് പോളിസി നമ്മൾ പറയുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. He fixed the prices of necessary commodities which were below the normal market rates. മാർക്കറ്റിൽ അദ്ദേഹം ഇടപെട്ട് വളരെ ശക്തമായിട്ടുള്ള മാർക്കറ്റ് റേറ്റ് നിയന്ത്രിച്ചുകൊണ്ടുള്ള ഒരു ഇടപെടലാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. Then he introduced a number of reforms in the economic field.
ഇക്കോണമിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ധാരാളം പരിഷ്കാരങ്ങൾ അദ്ദേഹം നടപ്പിലാക്കി എന്നുള്ളതാണ്. അതിലൊന്നാമത്തായിരുന്നു ഫിക്സഡ് ദ റേറ്റ്സ് ഓഫ് ഫുഡ് ആൻഡ് ക്ലോത്ത്സ് ആൻഡ് പ്രൊഹിബിറ്റഡ് ദെയർ ഹോർഡിംഗ്. പൂഴ്ത്തിവെപ്പിനെ മറികടന്നുകൊണ്ട് കൃത്യമായിട്ടുള്ള വില നിലവാരം സൂചിപ്പിച്ചുകൊണ്ട് ക്ലോത്തും ഫുഡുമൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഗ്രെയിൻ സ്റ്റോർസ് വെർ സെറ്റപ്പ് ബൈ ഗവൺമെന്റ്. വിളകളെ വിളകളൊക്കെ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗ്രെയിൻ സ്റ്റോറുകൾ രൂപപ്പെടുത്തി എന്നുള്ളതാണ്. ഇൻ ഡിഫറെന്റ് പ്ലേസസ് സോ ദാറ്റ് ഇൻ ടൈം ഓഫ് സ്കേഴ്സിറ്റി ദ സുൽത്താൻ കുഡ് സപ്ലൈ ദി മാർക്കറ്റ്. അങ്ങനെ ഈ കർഷകരിൽ നിന്ന് നേരിട്ട് അവരുടെ ഉൽപാദന സാധനങ്ങൾ വാങ്ങിച്ചു വെക്കാനും അത് സൂക്ഷിക്കാനുമുള്ള സ്റ്റോറേജുകൾ ഉണ്ടാക്കിക്കൊണ്ട് പിന്നീട് വരുന്ന വരൾച്ചയുടെ സമയങ്ങളിൽ അത് മാർക്കറ്റിൽ എത്തിച്ചുകൊണ്ട് വില നിലവാരത്തെയും മാർക്കറ്റ് സംവിധാനത്തെയും കൃത്യമായിട്ട് നടപ്പിലാക്കി കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. And also the price level was not permitted to be disturbed even during the times of farming, and strict rationing was observed during the famines. ഭക്ഷണം ദൗർബല്യമുള്ള സമയത്ത് പോലും വില വർദ്ധിപ്പിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ ഭരണത്തിൽ എന്നുള്ളതാണ്. കാരണം കൃത്യമായിട്ട് മാർക്കറ്റിൽ ഇടപെട്ടുകൊണ്ട് അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ കയ്യിലുള്ള ഭക്ഷ്യസാധനങ്ങൾ മാർക്കറ്റിൽ ഇറക്കിക്കൊണ്ട് അതിനെ നിയന്ത്രിക്കാനും കൃത്യമായിട്ടത് മനസ്സിലാക്കാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സ്ട്രിക്റ്റ് റേഷനിങ്, തൻ്റെ സമ്പ്രദായത്തിനകത്ത് ഓരോ കുടുംബങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ വിതരണം ചെയ്യാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. സൈനിക ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ധാരാളം ലഭിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. And also the merchants had get themselves registered in a state draft. ഏതൊരു കച്ചവടക്കാരനും ഡൽഹി സുൽത്താനേറ്റിന്റെ കീഴിലേക്ക് വരുമ്പോൾ അവര് ഉൽപ്പന്നങ്ങളുടെ വിവരണങ്ങളും മറ്റുമൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു സ്റ്റേറ്റ് ഡ്രാഫ്റ്ററിനകത്ത് ഒരു സ്റ്റേറ്റ് രജിസ്റ്ററിനകത്ത് രേഖപ്പെടുത്തിയിട്ടാണ് ഓരോ കച്ചവടക്കാരനും തങ്ങളുടെ സാധനങ്ങൾ മാർക്കറ്റിലേക്ക് എത്തിച്ചിരുന്നത്. ആൻഡ് ടു എൻഗേജ് ദംസെൽഫ് ബ്രിങ് ഓൾ ഗുഡ്സ് ഫോർ സെയിൽ ടു ദി സറായ് ആദിൽ. അങ്ങനെ ഈ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്ന് തങ്ങളുടെ കച്ചവട സാധനങ്ങൾ വിൽക്കാൻ കൃത്യമായിട്ടുള്ള ഈ രേഖയുടെ അടിസ്ഥാനത്തിലായി നമുക്ക് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഫോർ ദ റെഗുലേഷൻസ് ദിവാനി റിസായത്ത് ആൻഡ് ഷഹന മണ്ഡി വാസ് അപ്പോയിന്റഡ്. നമ്മൾ പറഞ്ഞല്ലോ മാർക്കറ്റിൽ വളരെ പ്രധാനപ്പെട്ട 2 ഉദ്യോഗസ്ഥന്മാരെ അവർ അപ്പോയിന്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഷഹന മന്ദിയും അതേപോലെ തന്നെ ദിവാനി റിസായത്തും. ദിവാനി റിസായത്ത് എന്ന് പറഞ്ഞാൽ വാസ് ഇൻ ചാർജ് ഓഫ് ക്ലോത്ത്സ് ആൻഡ് ജനറൽ മാർക്കറ്റ്. വസ്ത്രങ്ങളുടെയും അതേപോലെ തന്നെ പൊതു മാർക്കറ്റിന്റെയും ചുമതലയായിരുന്നു ദിവാനി റിസായത്തിനുണ്ടായിരുന്നത്. ദ പോസ്റ്റ് വാസ് ഹെൽഡ് ബൈ യാക്കൂബ്. ഈ ഉദ്യോഗസ്ഥനായിട്ട് അപ്പോയിന്റ് ചെയ്ത യാക്കൂബ് എന്ന് പറയുന്ന അദ്ദേഹത്തിന് വിശ്വസ്തനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ദ ഗ്രെയിൻ മാർക്കറ്റ് വർക്ക്ഡ് അണ്ടർ ദി സൂപ്പർവിഷൻ ഓഫ് ദി ഷഹനായി മന്തി. ഫുഡ് ഐറ്റംസ് ഭക്ഷണ സാധനങ്ങളുടെയും ഗ്രെയിൻ മാർക്കറ്റുകൾ കൃത്യമായിട്ട് സൂപ്പർവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഷഹനായി മന്തി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ അപ്പോയിന്റ് ചെയ്തിരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് മാർക്കറ്റിൽ ഇടപെടാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു. ഇറ്റ് വാസ് ഗിവൺ ടു മാലിക് കാബൂൾ. മാലിക് കാബൂൾ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനായിരുന്നു ആദ്യമായിട്ട് ഷഹനായി മന്തി പോസ്റ്റിൽ അപ്പോയിന്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു മാർക്കറ്റ് പോളിസി എന്ന് പറയുന്നത്. ഓൾ ദീസ് ഓഫീസേഴ്സ് എൻഷ്യൂർ ദാറ്റ് ഫിക്സഡ് പ്രൈസസ് വെർ ചാർജ്ഡ്. കൃത്യമായിട്ട് വില നിയന്ത്രണം ഉറപ്പാക്കേണ്ടത് ഇവരുടെ ഡ്യൂട്ടി ആയിരുന്നു. ആൻഡ് ഫ്രോഡുലന്റ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് വെർ നോട്ട് യൂസ്ഡ്. അളവ് തൂക്കങ്ങളിൽ കള്ളത്തരം കാണിക്കുന്നവരെ കൃത്യമായിട്ട് മനസ്സിലാക്കി പണിഷ് ചെയ്യാനും അവർക്ക് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. ടു പ്രിവെന്റ് ദി shopkeepers from using short weights, it was ordered that the equivalent of the deficiency would be cut off from their flesh. പലപ്പോഴും ഇത്തരം ചീറ്റിങ്ങൾ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് തൻ്റെ കൊട്ടാര അടിമകളെ അദ്ദേഹം മാർക്കറ്റിലേക്ക് അയക്കുമായിരുന്നു. തൂക്കത്തിൽ എന്തെങ്കിലും കുറവുണ്ടായിരുന്നെങ്കിൽ കച്ചവടക്കാരനെ കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ആ കുറഞ്ഞു പോയ തൂക്കത്തിന് അനുവാദമായിട്ടുള്ളത് ഇറച്ചി കട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ശിക്ഷാ നടപടിയായിരുന്നു അലാവുദ്ദീൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് എക്കോണമിയെ അദ്ദേഹം നിയന്ത്രിച്ചു നിർത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ റവന്യൂ സിസ്റ്റം ആയിരുന്നു എന്നുള്ളതാണ്.
പ്രധാനമായിട്ട് അദ്ദേഹം കണ്ടെത്തിയത് ഈ ഡിസൈഡഡ് ടു റെസ്യൂം ഓൾ ദി ലാൻഡ് ഗ്രാൻഡ്സ് മേഡ് ദി നോബിൾസ് ആൻഡ് ടേൺ ദം ഇൻ ടു ക്രൗൺ ലാൻഡ്. നോബിൾസിന്റെ കയ്യിലുണ്ടായിരുന്ന കൊട്ടാര സമ്പാദ്യങ്ങളെയൊക്കെ തിരിച്ചു പിടിച്ചുകൊണ്ട് അത് രാജകൊട്ടാരത്തിന്റെ റോയൽ പ്രോപ്പർട്ടിയാക്കി മാറ്റി അദ്ദേഹം എന്നുള്ളതാണ്. Then he ordered a measurement of the all lands. എല്ലാ ഭൂമിയെയും അളന്ന് തിട്ടപ്പെടുത്തി and fixed the government share at 15%. 50% ഓരോ ഭൂമിയുടെയും ഷെയർ ഗവൺമെന്റിനായിട്ട് അദ്ദേഹം നിക്ഷിപ്തമാക്കി എന്നുള്ളതാണ്. Then he created a post of മുസ്തഖ്റാജ്. മുസ്തഖ്റാജ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് നികുതി ഉദ്യോഗസ്ഥന് അദ്ദേഹം ഉണ്ടാക്കുന്നു. എ സ്പെഷ്യൽ ഓഫീസർ ഹു റെസ്പോൺസിബിൾ ഫോർ ദി കളക്ഷൻ ഓഫ് ലാൻഡ് റവന്യൂ. അങ്ങനെ മുസ്തഖ്റാജ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ് ലാൻഡ് റവന്യൂ പിടിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ അത് കളക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് എന്നുള്ളതാണ്. അക്കോർഡിംഗ് ടു ദി ഡോക്ടർ എസ് റോയ് പറയുന്നു, അലാവുദ്ദീൻ വാസ് ദ ഫസ്റ്റ് ഗ്രേറ്റ് മുസ്ലിം അഡ്മിനിസ്ട്രേറ്റർ ഓഫ് ഇന്ത്യ. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഷ്കർത്താവ് ഭരണാധികാരിയാണ് അലാവുദ്ദീൻ എന്ന് പറയുന്നു. അതേപോലെ തന്നെയാണ് പ്രൊഫസർ എസ്.ആർ. ശർമ്മ പറയുന്നു, അലാവുദ്ദീൻ വാസ് എ ഇന്നോവേറ്റർ ഇൻ ദ ഫീൽഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഭരണപരിഷ്കാരങ്ങളുടെ കണ്ടുപിടുത്തക്കാരനായിട്ടാണ് ഡൽഹി സുൽത്താനേറ്റിലെ അലാവുദ്ദീനെ കാണുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ രീതിയിലുള്ള വലിയ മാറ്റങ്ങൾ അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടങ്ങളിൽ കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു വെച്ച ഒരുപാട് മാറ്റങ്ങൾ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടാവുന്നു. മാറ്റങ്ങളെ പ്രവൃത്തി മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. അങ്ങനെ ധാരാളം പരിഷ്കാരങ്ങൾ അലാവുദ്ദീന്റെ കാലഘട്ടത്തിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. Then Alauddin was first ruler who tried to end corruption in administration. അഡ്മിനിസ്ട്രേഷൻ ഫീൽഡിൽ കറപ്ഷൻ ഒഴിവാക്കിയ ആദ്യത്തെ ഭരണാധികാരി. He tried to improve the revenue, rule and regulations and for the first time introduced the system of measuring the land. കൃത്യമായിട്ട് ലാൻഡ് റവന്യൂ വർദ്ധിപ്പിക്കാനും ഭൂമി അളന്ന് തിട്ടപ്പെടുത്താനും ഒക്കെ പരിഷ്കാരം കൊണ്ടുവന്നത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. Another notable feature of his administration was that he tried to suppress under the power of the nobility and the ulamas. മത പണ്ഡിതന്മാരുടെയും കൊട്ടാര നോബിൾസിന്റെയും ഒക്കെ അധികാരത്തെ ചുരുക്കി കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. And also he tried to exercise a strict control over provincial administration and evolved an efficient system of espionage. കൃത്യമായിട്ട് ഒരു എസ്പോയിനേജ്, ഒരു സ്പൈ സിസ്റ്റം ഉണ്ടാക്കിക്കൊണ്ട് പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷനൊക്കെ നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. ഈ രീതിയിലുള്ള വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. മാർക്കറ്റ് സിസ്റ്റം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. റിസായത്തും സനായി മന്ത്രിയും ഒക്കെ അപ്പോയിന്റ് ചെയ്തുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് ഈ സമയത്ത് നമുക്ക് കാണേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് അദ്ദേഹത്തിന്റെ ആർട്ട് ആൻഡ് ലേണിംഗിലേക്കുള്ള കോൺട്രിബ്യൂഷൻസ്. He patronized the poets and scholars. According to Barani, there were as many 46 scholars at the court of Alauddin. ഏകദേശം 46ഓളം വരുന്ന പണ്ഡിതന്മാർ അലാവുദ്ദീന്റെ കോർട്ടിൽ ഉണ്ടായിരുന്നു എന്ന് ബറാനി നമുക്ക് കാണിച്ചു തരുന്നു. ഇൻക്ലൂഡിംഗ് ഫേമസ് അമീർ ഹസൻ, പോപ്പുലർലി നോൺ ആസ് സാദി ഓഫ് ഇന്ത്യ. അമീർ ഖുസ്രു നമുക്കറിയാം, പാരറ്റ് ഓഫ് ഇന്ത്യ. പിന്നീട് അമീർ ഹസൻ, അദ്ദേഹത്തെ അറിയപ്പെടുന്ന സാദി ഓഫ് ഇന്ത്യ. ദെൻ അമീർ അർസൽ ഖാൻ കോഹി, കബീറുദ്ദീൻ, ഷെയ്ഖ് നിസാമുദ്ദീൻ, ഷെയ്ഖ് റുക്നുദ്ദീൻ, ഖാദി മൊഹീസുദ്ദീൻ പോലുള്ള പണ്ഡിതന്മാർ അദ്ദേഹത്തിന്റെ കോർട്ടിലെ എല്ലാ സൗകര്യങ്ങളോടുകൂടെ ജീവിച്ചവരാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. And also he was a great lover of the architecture and built number of forts. ധാരാളം നിർമ്മിതികൾ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. One of the most outstanding fort constructed by Alauddin was Alai Darwaza, one of the best specimen of early Turkish architecture in India. അലായി ദർവാസയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർമ്മിതി എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. He also started the construction of new minar and twice size old Qutub Minar. അതേപോലെ തന്നെ അലായ് മിനാർ, കുത്തുബ് കോംപ്ലക്സിനകത്തുള്ള പ്രധാനപ്പെട്ട 2 മോണ്യുമെന്റുകൾ അല്ലെങ്കിൽ നിർമ്മിതികളാണിത്. ഇവ നമുക്ക് ഇന്നും കാണാവുന്നതാണ്. കുത്തുബുദ്ദീൻ ഐബക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഇൽതുത്മിഷ് പൂർത്തീകരിച്ച കുത്തുബ് മിനാറിനേക്കാൾ ഇരട്ടി വലുപ്പമുള്ള
അലായി മിനാർ ഉണ്ടാക്കാനുള്ള ശ്രമം പാതി അദ്ദേഹത്തിൻ്റെ മരണത്തോടുകൂടെ ഉപേക്ഷിച്ചായിട്ട് ഇന്നും നമുക്ക് ഡൽഹിയിലെ കുത്തുബ് കോംപ്ലക്സിൽ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ സിരി ഫോർട്ട് ആണെങ്കിലും പാലസ് ഓഫ് 1000 പില്ലേഴ്സുകളൊക്കെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ നിർമ്മിതികളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. സോ ദ ഡെത്ത് ഓഫ് ദി അലാവുദ്ദീൻ 1316 ഏകദേശം 20 വർഷത്തോളം തന്നെ ഭരണ സംവിധാനത്തെ കൊണ്ടുനടക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. He became a mere puppet in the hands of Kafur in the last time. നല്ല ഭരണാധികാരിയായിരുന്നെങ്കിലും പിന്നീട് കാഫൂറിന്റെ നിയന്ത്രണത്തിലേക്ക് അദ്ദേഹം മാറുന്നു അവസാന ഘട്ടത്തിൽ എന്നുള്ളതാണ്. Then Kafur secretly removed the old and able administrators. പ്രധാനപ്പെട്ട നല്ല ഭരണാധികാരിയുടെ സപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥർക്ക് മെല്ലെ മെല്ലെ അധികാരത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് കാഫൂർ തന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. Due to this machination of Kafur, Sultan's wife son Khizr Khan to be alienated from him. കഫൂറിന്റെ ഈ ഒരു സ്വാധീനം പലപ്പോഴും കുടുംബപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പിന്തുണയും നഷ്ടപ്പെടുത്തി എന്നുള്ളത്. അലാവുദ്ദീനുമായിട്ട് പിന്നീട് പുത്രൻ ഖിസർ ഖാനും അദ്ദേഹത്തിന്റെ പത്നിയും ഒക്കെ അകന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഫൈനലി ദ ചാർജ്ഡ് കോൺസ്പിറസി സെന്റ് ടു ഇംപ്രിസൺഡ്. പിന്നീട് അദ്ദേഹത്തിനെതിരെ അവര് ഗൂഢാലോചന നടത്തിയെന്ന പേരിൽ ജയിലിൽ അടക്കപ്പെടുന്നു. ഇതൊക്കെ കഫൂറിന്റെ ചില രാഷ്ട്രീയ കളികളായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റുന്നു. അങ്ങനെ ഖിൽജി nominated Shihabuddin Umar as his successor. Then Kafur began to act regent and exercise all powers. ഖിസർ ഖാനെ ഒഴിവാക്കിക്കൊണ്ട് പകരം പിന്നീട് എന്ത് ചെയ്യപ്പെടുന്നു, അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് ശിഹാബുദ്ദീനെ ഉമറിനെ അപ്പോയിന്റ് ചെയ്യുന്നു. തികച്ചും ഒരു പ്രാപ്തനല്ലാത്ത ഭരണാധികാരി ആയതുകൊണ്ട് തന്നെ കഫൂറിന്റെ താല്പര്യങ്ങൾ അവിടെ നിലനിർത്താൻ സാധിച്ചു എന്നുള്ളതാണ്. Then പിന്നീട് ഈ അറ്റാക്ക് ഓഫ് ഡ്രോപ്സി സുൽത്താൻ expired in 1316 and was buried in the tomb of front of ജാമാ മസ്ജിദ് ഓഫ് ഡൽഹി. ഡൽഹി ജമാ മസ്ജിദിന്റെ തൊട്ട് മുമ്പിലുള്ള, കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞാൽ അബുൽ കലാം ആസാദിനെ അടക്കം ചെയ്തിട്ടുള്ള ഖബർസ്ഥാനിൽ നമുക്ക് റൗദീൻ ഖിൽജി എന്ന് പറയുന്ന മഹാനായിട്ടുള്ള ഡൽഹി സുൽത്താന്റെ ഖബറിടം കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഇതാണ് ഈ ഭരണകൂടത്തിന്റെ ഒരു ലഘു ചരിത്രം എന്ന് പറയുന്നത്. പിന്നീട് ഈ ഭരണകൂടം തകർന്നു പോവുകയാണ്. നാം പറഞ്ഞല്ലോ, പിൻഗാമികളുടെ അഭാവം വലിയ രീതിയിൽ പിന്നീട് ഇതിനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. മാലിക് ഗഫൂർ ആണ് പിന്നീട് അധികാരം നിയന്ത്രിക്കുന്നത് എന്ന് നമ്മൾ പറയുകയുണ്ടായി. അങ്ങനെ കഴിവുകെട്ട ധാരാളം വീക്ക് റൂളേഴ്സ് വരുന്നു. മാത്രമല്ല ലാസ്റ്റ് റൂളറായിട്ടുള്ള ഖുത്ബുദ്ദീൻ മുബാറക് ഷായുടെ കാലഘട്ടത്തിൽ he was the weakest ruler of all during his reign. All taxes and penalties were abolished. രാഷ്ട്രത്തിന്റെ വരുമാനത്തിന് അകത്ത് പോലും വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്ന അദ്ദേഹത്തിന്റെ നയങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. Then he released all prisoners war who were captured after waging gruesome battles. തന്റെ മുൻഗാമികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്ന രാഷ്ട്രീയ എതിരാളികളെയൊക്കെ തുറന്നു വിട്ടുകൊണ്ട് സ്വയം കുയ്തൊണ്ടുന്ന ഒരു ഘട്ടത്തിലേക്കാണ് അദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങൾ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. Then he was ultimately murdered by Khusro Khan and this ended the Khilji dynasty in India. ഖുസ്രു ഖാൻ എന്ന് പറയുന്ന ശക്തനായിട്ടുള്ള ഒരു നോബിൾ അദ്ദേഹത്തെ വധിക്കുന്നതോടുകൂടെ ആ ഒരു രാഷ്ട്രീയ അധികാരത്തിൽ നിന്ന് ഡൽഹി സുൽത്താനേറ്റിലെ പ്രബലമായിട്ടുള്ള രണ്ടാം വിഭാഗമായിട്ടുള്ള ഖിൽജികൾ അവരുടെ അധികാരം നഷ്ടപ്പെടുന്നു നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് രാഷ്ട്രത്തിന്റെ പല ഭാഗങ്ങളിൽ, ഗുജറാത്തിലാണെങ്കിൽ ഗുജറാത്തിൽ കലാപങ്ങൾ ഉണ്ടാകുന്നു. അയിനുൽ മുൽക്ക് എന്ന് പറയുന്ന സുൽത്താന്റെ ഫാദർ ഇൻ ലോ തന്നെ എന്ത് ചെയ്യപ്പെടുന്നു, സഫർ ഖാൻ എന്ന പേരിൽ പിന്നീട് അവിടെ ഒരു സ്വതന്ത്ര ഭരണകൂടം സ്ഥാപിക്കുന്നു. ദേവഗിരി പിടിച്ചടക്കിയ അലാവുദ്ദീന് ശക്തമായിട്ടുള്ള ഒരു കോൺഗ്രസ്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞതാണ്. അത് പക്ഷേ പിന്നീട് അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നു. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഭാഗങ്ങളിൽ നിന്ന്, ഭരണകൂടത്തിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പല മേഖലകളും തകർന്നു പോകുന്നു. അതോടുകൂടെ തന്നെ സൈനികപരമായിട്ടുള്ള വീക്ക്നെസ്സുകൾ ഉടലെടുക്കുന്നു, ദൗർബല്യങ്ങൾ ഉണ്ടാകുന്നു. ഇതൊക്കെ വലിയ രീതിയിൽ പിന്നീട്
ഖിൽജികൾക്കെതിരെയുള്ള ഒരു പോരാട്ടമായിട്ട് ഖുസ്രോ ഹാച്ച് കോൺസ്പിറസി, അങ്ങനെ ഖുസ്രോ ഖാൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സൈനിക മുന്നേറ്റം വരുന്നു. ദെൻ അതോടുകൂടെ തന്നെ നമ്മൾ പറഞ്ഞല്ലോ സുൽത്താൻ്റെ മരണത്തിലേക്ക് അത് അടുക്കുന്നു 1320. Such was the end of the dynasty of the Khilji after it had ruled for about 30 years. അതോടുകൂടെ ഈ ഡൈനാസ്റ്റിയുടെ അന്ത്യം കാണുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാവുന്നത്. അപ്പോൾ ഇത് ഒരു നീണ്ട ചരിത്രമാണ്. നീണ്ട ചരിത്രത്തെ പരമാവധി ചുരുക്കിയിട്ടാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഖിൽജി ഭരണകൂടത്തിൻ്റെ ചരിത്രത്തെ മനസ്സിലാക്കിക്കൊണ്ട്, ചരിത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ട്, പ്രത്യേകിച്ച് അലാവുദ്ദീൻ ഖിൽജിയുടെ ഭരണവും അദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മളുടെ ഈ ഒരു വായന മുന്നോട്ട് പോകാനെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ് ഹിയറിംഗ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.